ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഗമുഖാരമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതിർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ, ശ്രീകൃഷ്ണ ലീലാമൃതം, രാസക്രീഡാവർണ്ണനം, ഗോപികാഗീതം. ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. നമ്മുടെ ഗോപികാഗീതത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് ഇന്ന് കടക്കേണ്ടത്, കാണേണ്ടത്. ഏകദേശം 15ഓളം ശ്ലോകങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചു. ഇനി 4 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട്. ആദ്യം നമുക്ക് ഗോപികാഗീതം വായിക്കാം, എന്നിട്ട് തുടരാം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇടയിൽ ആ കൃഷ്ണ കൃഷ്ണ എന്ന് ചേർത്ത് വായിക്കാം. ശരിയാവുമോ നോക്കാം നമുക്ക്, അല്ലേ? ഇടയ്ക്ക് ഒഴിവാക്കേണ്ടടുത്ത് ഞാൻ ഒഴിവാക്കും. നിങ്ങളോട് ഞാൻ പ്രോമിസ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യണം. ഓക്കെ, എനിക്കിഷ്ടം അത് ആസ് ഇറ്റ് ഈസ് വായിക്കാനാണ്. നാരായണ. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 31-തമോऽധ്യായഃ. ഗോപ്യ ഊചുഃ ജയതി തേധികം കൃഷ്ണ ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ കൃഷ്ണ ശശ്വതത്ര ഹി ദയിതദൃശ്യതാം കൃഷ്ണ ദിക്ഷു താവഗാഃ ത്വയി ധൃതാസവ കൃഷ്ണ ത്വാം വിചിന്മതേ ശരദുദാശ്രയേ കൃഷ്ണ സാധുജാദസത് സരസിജോദര ശ്രീമുഷാദൃശ സുരദനാദത്തെ കൃഷ്ണ ശുൽക്കദാസികാ വരദ നിഘ്നദോ കൃഷ്ണ നേഹ കിം വധ വിഷജലാപ്യയാത് കൃഷ്ണ വ്യാളരാക്ഷസാത് വർഷമാരുതാത് കൃഷ്ണ വൈദ്യുതാനലാത് വൃഷമയാത്മജാത് കൃഷ്ണ വിശ്വതോ ഭയാത് ഋഷഭത്തെ വയം കൃഷ്ണ രക്ഷിതാമുഹു
न खलु गोपिकानन्दनो भवान् अखिलदेहिनां कृष्ण अन्तरात्मदृक् विगनसार्थितो कृष्ण विश्वगुप्तये सघौ देवान् कृष्ण सात्वतां कुले विरचिताभयं कृष्ण वृष्णिधुर्यते चरणमीयुषां कृष्ण संसृतेर्भयाद् करसरोरुहं कृष्ण कान्तकामदं शिरसि देहि नः कृष्ण श्रीकरग्रहम् व्रजजनार्तिहन् कृष्ण वीरयोषितां निजजनस्मय ध्वंसनस्मित भज सखे भवत् किङ्करी स्मनो जलरुहाननं कृष्ण चारुदर्शय प्रणतदेहिनां कृष्ण पापकर्शनं तृणचरानुगं कृष्ण श्रीनिकेतनं भणिभणार्पितं कृष्ण ते पदाम्बुजं कृणुकुचेषु नः कृष्ण क्रन्दिहृत्स्वयम् मधुरया गिरा कृष्ण वल्गुवाक्यया बुधमनोज्ञया कृष्ण पुष्करेक्षणा विधिकरीरिमा कृष्ण वीरमुह्यतीः अदरसीदुना कृष्णाप्याययस्व नः तव कथामृतं कृष्ण तप्तजीवनम् कविभिरीडितं कृष्ण कल्मषापहम् श्रवणमङ्गलं कृष्ण श्रीमदादलम् भुवि गृह्णन्ति ते कृष्ण भूरिदा जनाः प्रहसितं प्रिय कृष्ण प्रेमवीक्षणं विहरणं च ते कृष्ण ध्यानमङ्गलम् रहसि संविदो कृष्ण या हृदि स्पृश कुहगनो मनः कृष्ण क्षोभयन्ति चलसि यद्व्रजात् कृष्ण चारयन् पशून् नलिनसुन्दरं कृष्ण नाभते पदम् शिलतृणाङ्गुरै कृष्ण सीददीदिनः कलिलतां मनः कृष्ण कान्त गच्छति दिनपरीक्षये कृष्ण नीलकुन्दलैः वनरुहाननं कृष्ण बिभ्रदावृतम् गणरजस्वलं कृष्ण दर्शयन्मुहुः मनसि न स्मरं कृष्ण वीर यच्छसि प्रणतकामदं कृष्ण पद्मजार्चितं धरणिमण्डनं कृष्ण ध्येयमापदि चरणपङ्कजं कृष्ण शन्तमं च ते रमणनस्तनेष्वर्पयादिहन् सुरतवर्धनं कृष्ण शोकनाशनं स्वरितवेणुना कृष्ण सुष्ठुचुम्बितम् इतररागविस्मरणं नृणां वितरवीरनः कृष्ण ते अधरामृतम् अडति यद्भवान् कृष्ण अह्निकाननम् त्रुडिरुगायते कृष्ण त्वामपश्यताम् कुडिलकुन्दलं कृष्ण श्रीमुखं च ते जडौदीक्षतां कृष्ण पक्ष्मकृदृशाम् पतिसुतान्वय भ्रातृबान्धवान् अतिविलङ्घ्यते कृष्णान्त्यच्युतागताः गतिविधस्तवोद्गीतमोहिताः
കിതവയോഷിത കൃഷ്ണ കസ്ത്യജേന്നിശി രഹസി സംവിദം കൃഷ്ണ ഹൃച്ഛയോദയം പ്രഹസിതാനനം കൃഷ്ണ പ്രേമ വീക്ഷണം ബൃഹദുരശ്രിയോ കൃഷ്ണ വീക്ഷ്യതാമതേ മുഹുരതി സ്പൃഹാ കൃഷ്ണ മുഹ്യത്തെ മന വ്രജവനൗഗസാം കൃഷ്ണ വ്യക്തിരംഗത്തെ വൃജിനഹന്ദ്ര്യലം കൃഷ്ണ വിശ്വമംഗളം ത്യജമനാച്ചന കൃഷ്ണ ത്വൽസ്പൃഹാത്മന സ്വജനഹൃദ്രുജാം കൃഷ്ണായ നിഷൂദനം യത്തെ സുജാതചരണാംബുരുഹം സ്തനേഷു ഭീതാശനൈഃ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീം അടസി തദ്വ്യധതേന കിംസ്വിത് കൂർപ്പാദിഭിർഭ്രമതി ധീർ ഭവദായുഷം നഃ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീഗീതം നാമ ഏകത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ദശമസ്കന്ധത്തിലെ രാസപഞ്ചാധ്യായി എന്നറിയപ്പെടുന്ന 5 അധ്യായങ്ങൾ 29, 30, 31, 32, 33 രാസക്രീഡ വർണ്ണനം. ഈ 5 അധ്യായങ്ങളിലും കൂടിയിട്ട് അതിൽ നമ്മൾ 3-ാമത്തെ അധ്യായമായിട്ടുള്ള 31-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ടവരായ ഗോപികമാർ എല്ലായിടത്തും തെരഞ്ഞ് ഭഗവാനെ കണ്ടുകിട്ടാതെ അവസാനം നിരാശരായിക്കൊണ്ട്, നിരാശരല്ല ആകാംക്ഷ ഉള്ളവരായിട്ട് തന്നെ അല്ലേ, ഭഗവാന്റെ ആഗമന ആകാംക്ഷയോടുകൂടി എന്ന് പറയുന്നുണ്ട്. സമവേദ ജഗുകൃഷ്ണം തത് ആഗമനകാംക്ഷിതാഹ. അപ്പോൾ വനത്തിൽ തെരയുന്നതെല്ലാം നിർത്തി അവര് വീണ്ടും ഭഗവാനെ എവിടെയാണോ കാണാതെയായത്, ഭഗവാൻ എവിടെ അപ്രത്യക്ഷമായോ അതേ യമുനാ പുളിനത്തിലേക്ക് വന്ന് എല്ലാവരും കൂടി ചേർന്ന് ആ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് തന്മനസ്കാ തദാലാപാ തദ്വിജേഷ്ടാസ്തദാത്മികാഹ തദ്ഗുണാനേവ ഗായന്ത്യോ ആത്മാ അകാരാണി സസ്മരുഹു. അവരവരെക്കുറിച്ചോ അവരവരുടെ ഗൃഹങ്ങളെക്കുറിച്ചോ എല്ലാം മറന്നുകൊണ്ട് ന സസ്മരുഹു സ്മരിക്കാതെ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചവരായിക്കൊണ്ട് ഭഗവാനെക്കുറിച്ച് ഗാനം ചെയ്തു എന്ന് പറയുന്ന ആ ഗാനമാണ് അവരുടെ എന്താ പറയുക, വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ്. വളരെ ദീനമായിട്ടുള്ള ഭാവമാണ്, എങ്കിലും അതൊരു ഗാനമായി മാറി. കാരണം ഭഗവാന് വേണ്ടിയിട്ടുള്ള കരച്ചിലായതുകൊണ്ട് അതിനൊരു സൗന്ദര്യമുണ്ട്, മാഹാത്മ്യമുണ്ട്. അതുകൊണ്ട് അതിനെ ഗീതം, ഗോപികാ ഗീതം, ഗോപീ ഗീതം എന്നാണത് അറിയപ്പെടുന്നത്. ഭാഗവതത്തിൽ മൊത്തം
5 ഗോപീഗീതങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. വേണുഗാന സമയത്ത് ഗോപികമാർ പാടിയത് ഈ രാസക്രീഡയിൽ തന്നെ 2-ാം അധ്യായത്തിലെ ഗീതം, അല്ല 2-ലാണ്, 1-ല് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ, അഥവാ 29-ാം അധ്യായത്തിൽ 11 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന് വേണ്ടി കരഞ്ഞ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച 11 ശ്ലോകങ്ങൾ ഇപ്പതായി 19 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ 18 ശ്ലോകങ്ങളാണ്, അല്ല 19 ശ്ലോകങ്ങൾ തന്നെ, അതും ഗോപീഗീതം തന്നെ. ഇനി യുഗളഗീതം, ഭ്രമരഗീതം, ഇങ്ങനെ 5 ഗോപീഗീതങ്ങളാണ്. അതിലെല്ലാറ്റിലും വെച്ച് ഏറ്റവും പോപ്പുലറായിരിക്കുന്ന ഗോപീഗീതം, എല്ലാറ്റിനും മകുടമായി ശോഭിക്കുന്ന ഗോപീഗീതമാണ് ഈ 31-ാം അധ്യായത്തിലെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപീഗീതം. എത്രയോ മഹാത്മാക്കൾ, വേദാന്ത ആചാര്യന്മാർ ഒക്കെ ഈ ഗീതത്തെ വേദാന്തപരമായിട്ട് വളരെ ഗംഭീരങ്ങളായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ജീവന്റെ ഈശ്വര പ്രാപ്തിക്ക് വേണ്ടിയുള്ള ആ ഉള്ളിലുള്ള തീവ്രമായിട്ടുള്ള തുടിപ്പാണ് ഈ ഗോപികമാരിലൂടെ ആലങ്കാരികമായി ഈ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം എന്ന് ഉപനിഷത്ത് പറയും. മറ്റ് യോഗ്യതകളൊന്നുമല്ല ഈശ്വരപ്രാപ്തിക്ക് വേണ്ടത്, ആത്മജ്ഞാനം നേടാൻ വേണ്ടത്. ഇതാണ് നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ബഹുദാ ശ്രുതേന യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. ന അയമാത്മാ പ്രവചനേന ലഭ്യ. വലിയ വലിയ പാണ്ഡിത്യമുള്ളവർ ഗംഭീരങ്ങളായ പ്രവചനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അയമാത്മാ ന ലഭ്യ, ഈ ആത്മാവിനെ ലഭിക്കുകയില്ല. പ്രവചന സാമർഥ്യം ഒരു ക്രൈറ്റീരിയ അല്ല ഈശ്വരപ്രാപ്തിക്ക്. ന മേധയാ ന ബഹുദാ ശ്രുതേന, വലിയ മേധാവിയായതുകൊണ്ട്, ബുദ്ധിമാനായതുകൊണ്ട്, ഏത് കാര്യവും എളുപ്പത്തിൽ ഗ്രഹിക്കാനുള്ള സാമർഥ്യമുള്ള ആ ഒരു ബ്രില്യൻസ് ഉള്ളതുകൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കില്ല. ന മേധയാ ന ബഹുദാ ശ്രുതേന, ഒരുപാട് ശാസ്ത്രശ്രവണം ചെയ്ത് അല്ലെ ഷഡ്ശാസ്ത്ര പണ്ഡിതനായിക്കോട്ടെ, അല്ലെങ്കിൽ 12 ദർശന ആചാര്യനായിക്കോട്ടെ, എന്തെല്ലാം പാണ്ഡിത്യമുണ്ടെങ്കിലും എത്രയെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈശ്വരപ്രാപ്തിക്ക് പലപ്പോഴും തടസ്സമായിട്ടാണ് ഭവിക്കുക. കാരണം ഓരോന്നിലും അഭിമാനമുണ്ടാകും. പ്രവചന സാമർഥ്യം അഭിമാനം ഉണ്ടാക്കുന്നതാണ്, മേധ അഭിമാനം ഉണ്ടാക്കുന്നതാണ്, ശാസ്ത്രങ്ങളെക്കുറിച്ചിട്ടുള്ള പാണ്ഡിത്യം, ഒരുപാട് ശാസ്ത്രങ്ങൾ താൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള തൻ്റെ ഡോക്ടറേറ്റുകൾ, തൻ്റെ ഡിഗ്രികൾ, അല്ലേ, തനിക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ, ഇതെല്ലാം വാസ്തവത്തിൽ അഭിമാനമുണ്ടാക്കി ഭേദഭാവന നൽകുന്നതാണ്. സൊസൈറ്റിയിൽ താൻ സ്പെഷ്യലാണ്, മറ്റുള്ളവരിൽ നിന്ന് താൻ കുറച്ച് വിശിഷ്ടനാണ് എന്നുള്ളൊരു ഭാവം വളർത്തുന്നതാണിതെല്ലാം. അപ്പം അതില്ലാതാവണം. അതില്ലാതാവാൻ ഇതുള്ളവർക്ക് വളരെ പ്രയാസമാണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റഭിമാനങ്ങളൊക്കെ പോയാലും ഈ പാണ്ഡിത്യഗർവം എന്നുള്ളത് പോകാൻ വളരെ പ്രയാസമാണ്.
ബാക്കി ധനം കൊണ്ടുള്ളതോ സൗന്ദര്യം കൊണ്ടുള്ളതോ യൗവനം കൊണ്ടുള്ളതോ ജനപ്രീതി കൊണ്ടുള്ളതോ സ്ഥാനമാനങ്ങൾ കൊണ്ടുള്ളതോ ആയിട്ടുള്ള ഗർവമൊക്കെ പോകാൻ എളുപ്പമാണ്. അതിന് പ്രകൃതി തന്നെ വേണമെങ്കിൽ പലതും നമുക്ക് സാഹചര്യം ഒരുക്കിത്തരും. നമ്മുടെ സ്ഥാനമാനങ്ങളിൽ ഗർവിക്കുമ്പോൾ സ്ഥാനം നഷ്ടമാകുക, ജനപ്രീതിയിൽ നമ്മൾ ഗർവമുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു അകീർത്തി നമുക്കുണ്ടാവുക, ദുഷ്കീർത്തി ഉണ്ടാവുക നല്ലതാണ്. അക്രൂരനൊക്കെ സംഭവിക്കും പോലെ. അതുപോലെ യൗവനം കൊണ്ട് ഗർവം ഉണ്ടാവാം. അത് എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കുമിള പൊട്ടും പോലെ പൊട്ടിപ്പോകും. ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു രോഗം, മാറാ രോഗം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, എല്ലാ ഗർവവും പോകും. ധനം എന്നുള്ളതും എപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥ വരാം. അപ്പോൾ പ്രകൃതി കൊണ്ട് ഈ പറഞ്ഞ ഗർവങ്ങളെല്ലാം പോകും. സൗന്ദര്യ ഗർവമോ യൗവന ഗർവമോ എല്ലാ ഗർവവും പോകും. പോകാൻ പ്രയാസമുള്ളൊരു ഗർവമാണ് ഈ പാണ്ഡിത്യ ഗർവം എന്നുള്ളത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതാണ് നമ്മുടെ വിപ്രപത്നി അനുഗ്രഹത്തിൽ ആ ബ്രാഹ്മണർക്ക് തടസ്സമായിരുന്നത് അല്ലേ. ആ ബ്രാഹ്മണർ വലിയ വൈദിക ബ്രാഹ്മണരാണ്, ഞങ്ങൾ പുരോഹിതന്മാരാണ്, ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണ്, ഈ ഇടയ പിള്ളേരുടെ വാക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല, കൃഷ്ണനും രാമനും ഒക്കെ ആര് എന്നൊക്കെയുള്ളതായിട്ടുള്ള ഗർവം അവർക്കുണ്ടായി. അപ്പോൾ എന്നാൽ ആ ഗർവം ഒന്നുമില്ലാത്ത വളരെ നിഷ്കളങ്കകളായ അത്യന്തം അല്ലേ അത്യന്തം പ്രാകൃതരായിട്ടുള്ള ആളുകളെയാണ് ഈ ഗോപികമാരിലൂടെ ഭാഗവതം അവതരിപ്പിക്കുന്നത്. ഒരു പ്രത്യേകമായിട്ടുള്ള യോഗ്യതകളും അവർക്കില്ല. അവർ വേദങ്ങൾ പഠിച്ചിട്ടില്ല, അവർ യോഗശാസ്ത്രങ്ങൾ അഭ്യസിച്ചിട്ടില്ല, കർമ്മങ്ങൾ കുറേ ചെയ്തിട്ടില്ല, അവർക്ക് സ്ഥാനമാനങ്ങളില്ല, അവർക്ക് എന്താ പറയുക മറ്റ് സമൂഹത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യതകളൊന്നുമില്ല. വെറും പശുക്കളെ നോക്കി പാല് കറന്ന് ഉപജീവനം ചെയ്യുന്ന പ്രാകൃതരായിട്ടുള്ള സ്ത്രീകൾ. അപ്പോൾ അവരുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള പ്രേമം, ഭഗവാനോടുള്ളതായിട്ടുള്ള ആ ഭഗവാനെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള അവരുടെ കൊതി, അത് കാമമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടുള്ളതല്ല. അത് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയുള്ള കൊതിയാണ്. കാമമാകുന്നത് ഒരു ലൗകികനായിട്ടുള്ള ഒരു പുരുഷനോട് ഉള്ളതായിട്ടുള്ള ആസക്തിയാണ്. ലൗകിക പ്രേമം ലൗകികനായിട്ടുള്ള ഒരു പുരുഷനിൽ നിന്ന് മറ്റേ ദാമ്പത്യ സുഖം, രതിസുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആസക്തിയെയാണ് കാമം എന്ന് ആ വിഷയത്തിൽ നമ്മൾ പറയുക. ഇവിടെ ഭഗവാനെ പ്രാപിക്കാനുള്ള അവരുടെ ഭാവത്തെ, ഭഗവാനുമായി ഒന്നായി തീരാനുള്ള ഒരു തീവ്രമായിട്ടുള്ള വ്യഗ്രതയാണ് നമ്മൾ കാണേണ്ടത്. ഒരു മുമുക്ഷുവിൻ്റെ ഭാവം തന്നെയാണ്. അതിന് അവർക്ക് ഇങ്ങനെയാണത് പ്രകടിപ്പിക്കാൻ അറിയുക. പ്രാകൃതകളായിട്ടുള്ള ഈ ഗോപികമാർക്ക് അവരുടെ ഉള്ളിലുള്ള ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം ഈ രീതിയിലാണ് പ്രകടിപ്പിക്കാൻ അറിയുക. അതിലവർക്ക് യാതൊരു ലജ്ജയുമില്ല, ഒരു അഭിമാനവുമില്ല. അപ്പോൾ യമൈവൈഷ വൃണുതേ തേന ലഭ്യ യം ഏവ ഏഷഃ വൃണുതേ തേന ലഭ്യ. ആരെ തന്നെയാണോ ഒരു സാധകൻ വരിക്കുന്നത് അവർക്ക് ലഭിക്കും എന്നൊരർത്ഥത്തിലും, ആരെയാണോ ഈശ്വരൻ തെരഞ്ഞെടുക്കുന്നത്, ആത്മാ തെരഞ്ഞെടുക്കുന്നത്, പരമാത്മാവ് ആരെ തെരഞ്ഞെടുക്കുന്നുവോ യം ഏവ ഏഷഃ വൃണുതേ, ഏഷഃ ആത്മാ വൃണുതേ വരിക്കുന്നത്, തെരഞ്ഞെടുക്കുന്നത്, തസ്യ ഏഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. തസ്യ അങ്ങനെയുള്ള ഒരാൾക്ക്, ഈശ്വരനാൽ തെരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീതനായ ഒരു ശുദ്ധാത്മാവിന്, ഒരു മഹാത്മാവിന്, തസ്യ ഏഷഃ
വിവൃണുതേ തനുവും സ്വാം തനും വിവൃണുതേ, തൻ്റെ സ്വരൂപത്തെ അനാവരണം ചെയ്യുന്നു. ആ സ്വരൂപ അനാവരണമാണ് അടുത്ത അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തില് സാക്ഷാത് മന്മഥനായി ഭഗവാൻ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി എന്ന് പറയുന്ന ആ ശ്ലോകം. അവിടെ മന്മഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മന്മഥനെ നശിപ്പിക്കുന്ന ദർശനമാണത്. എന്തൊക്കെ ആഗ്രഹങ്ങളും കൊതികളും ആസക്തികളും നമ്മുടെ ഉള്ളിലുണ്ടോ അതിനെയൊക്കെ നശിപ്പിക്കുന്നതായിട്ടുള്ളൊരു ദർശനമാണ് ഭഗവത് ദർശനം. അതുകൊണ്ട് അതിനെ മന്മഥനായിട്ട്, മന്മഥന്റെ മനസ്സിനെ പോലും മതിച്ച്, മന്മഥനെ പോലും ലജ്ജിപ്പിച്ച്, മന്മഥനെ അവിടുന്ന് ഓടിച്ചു വിടുന്ന, നാണം കെട്ട് തലയിൽ മുണ്ടുവിട്ടിട്ട് മന്മഥൻ സ്ഥലം വിടും. ആ രീതിയിൽ ഭഗവാൻ അവിടെ സുന്ദരനായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ആ രൂപം അത് നമ്മുടെ ഉള്ളില് ഉറപ്പിക്കാൻ വേണ്ടി, അത് ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനും അതിനോളം സൗന്ദര്യം ഉണ്ടാവുകയില്ല. ബാക്കി ഈ നാമരൂപാത്മകമായ ഈ ദ്വൈത പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനും ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ സൗന്ദര്യം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ആ എന്താ പറയുക, ലൗകിക വിഷയങ്ങളോടുള്ളതായിട്ടുള്ള ഭ്രമം ശമിക്കും, ശാന്തി ഉണ്ടാകും. എപ്പോഴും മനസ്സ് ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഇടയാകും. ഇനി അഥവാ നിഷ്ഠ കിട്ടിയില്ലെങ്കിൽ പോലും അതിനുവേണ്ടി ദാഹിച്ചുകൊണ്ടേയിരിക്കും. അത് തുടർന്ന് പ്രയത്നിച്ച് നിഷ്ഠയിലേക്ക് എത്തിച്ചേരും. എല്ലാ മഹാത്മാക്കളുടെയും ജീവിതത്തിൽ ഭഗവത് ദർശനം കിട്ടിക്കഴിഞ്ഞാലും അത് ഉടനെ നിഷ്ഠ കിട്ടുന്നില്ല. പിന്നെയും അവരതിനു വേണ്ടി സ്ഥിരമായി കിട്ടാൻ വേണ്ടി കൊതിക്കുന്നത് കാണാം. അപ്പൊ നാരദന്റെ പൂർവ്വജന്മത്തിലെ കഥ നാരദൻ പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ആ സത്സംഗം കഴിഞ്ഞ് ചാതുർമാസ്യം കഴിഞ്ഞ് അവരെല്ലാം പോയപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം വനത്തിൽ ചെന്ന് തപസ്സനുഷ്ഠിക്കുന്ന നാരദന് ഭഗവാന്റെ ഒരു ചെറിയ മിന്നൽ പോലെയുള്ള ഒരു ദർശനമേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ശ്രമിച്ചപ്പോൾ അശരീരിയാണ് ഉണ്ടായത്. ഈ ജന്മത്തിൽ നിനക്ക് ഇത്രയേ ഉള്ളൂ, നീ ഇനിയും സത്സംഗം തുടർന്നുകൊണ്ട് സഞ്ചരിക്കുക, അടുത്ത കൽപ്പത്തിൽ ബ്രഹ്മപുത്രനായി നീ വരും, അപ്പോൾ നിനക്ക് ഭഗവാനുമായി കൂടുതൽ അടുപ്പമുണ്ടാകും. ഭഗവാനെ എന്താ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ അനുഭവിക്കാം. അതേപോലെ നമ്മുടെ ധ്രുവന്റെ കഥ നോക്കൂ. ധ്രുവൻ ഭഗവാനെ കഠിനമായ തപസ്സുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്തിയിട്ടും ധ്രുവൻ ആ നിഷ്ഠ കിട്ടുന്നില്ല. ധ്രുവന്റെ ഉള്ളിലുള്ള ആ ദ്വൈതഭാവം പോയിട്ടില്ല, മത്സരബുദ്ധി പോയിട്ടില്ല, രജോഗുണം നശിച്ചിട്ടില്ല. ആ രജോഗുണം പൂർണ്ണമായി നശിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഭഗവാന്റെ പരിപൂർണ ദർശനം കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ സാധകന്റെയും ഉള്ളിലുള്ളതായിട്ടുള്ള ഈ രജസ്സിന്റെയും തമസ്സിന്റെയും അംശം പൂർണ്ണമായി നശിക്കണം ഭഗവത് ചിന്ത കൊണ്ട്, നിരന്തരമായ ഭഗവത് ചിന്ത കൊണ്ട്. അപ്പൊ ആ ഭഗവത് ചിന്തയിൽ നമുക്ക് എന്താ പറയുക, കൊതി ജനിപ്പിക്കുകയാണ് ഭഗവാൻ ദർശനം നൽകിയിട്ട്. അഥവാ അതിൻ്റെ ഇടയ്ക്ക് അല്പമായിട്ടുള്ളൊരു അനുഭവം, ആ അനുഭൂതി തീർച്ചയായിട്ടും നമ്മളെ അതിലേക്ക് കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരന്തരമായ പ്രയത്നം കൊണ്ട്, നിരന്തരമായ ഈശ്വര ചിന്ത കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള രജസ്സും തമസ്സുമാകുന്ന ആ മാലിന്യങ്ങളെല്ലാം പോകും. അത് പോയി കഴിയുമ്പോൾ, ശുദ്ധമായി കഴിയുമ്പോൾ ഭഗവാനും നമ്മളും കൂടി ഒട്ടും. അപ്പൊ ഈ ഒട്ടാൻ തടസ്സമായിരിക്കുന്നത് അല്ലെ, ആ യോഗത്തിന് നിഷ്ഠയ്ക്ക്, ബ്രഹ്മനിഷ്ഠയ്ക്ക് തടസ്സമായിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങളാണ്, മാലിന്യങ്ങളാണ്, തമസ്സും രജസ്സുമാകുന്ന മാലിന്യം. അപ്പം അതുപോലെയാണ് നമ്മുടെ ഗോപികമാർക്കും ഇപ്പോൾ അവർക്ക് ഭഗവാന്റെ അനുഭവം, സാമീപ്യം, രാസാനുഭവം കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഭഗവാൻ മധുരാപുരിയിലേക്ക് പോകുന്നതോട് കൂടിയിട്ട് അവർക്ക് അതിൻ്റെ വിരഹ ദുഃഖം ഉണ്ടാകുന്നുണ്ട്. അവർ വിഷമിക്കുന്നുണ്ട്, ഭഗവാനോട് പരിഭവിക്കുന്നുണ്ട്, ഉദ്ധവൻ വരുമ്പോൾ ചീത്ത വിളിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നീട് അവർക്ക് ഭഗവാനെ തന്നെ ചിന്തിച്ചിരുന്നു കൊണ്ട് ആ
സമന്ത പഞ്ചകത്തിൽ വെച്ചുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ കഴിയുന്നതോട് കൂടിയിട്ടാണ് അവരുടെ മനസ്സ് അത്യന്തം ശുദ്ധമായി ശാന്തമായി ആ ഭഗവാനിലുള്ള നിഷ്ഠ അവർക്ക് ഉറയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു ആധ്യാത്മിക സാധകന്റെ പല ഘട്ടങ്ങളാണ്, അവസ്ഥകളാണ്. അപ്പം അതിൽ ഈ ഗോപികമാരെന്ന പാവം പ്രാകൃതകളായ ഒരു വിദ്യാഭ്യാസവും ഒരു സംസ്കാരവും ഒന്നും ലഭിക്കാത്ത, ഒരു മറ്റ് യോഗ്യതകളൊന്നും എടുത്തു പറയാനില്ലാത്തതായിട്ടുള്ള ആ പാവങ്ങൾ അവർക്കറിയാവുന്നത് പോലെ ഭഗവാനെ പ്രേമിച്ചു. അത് എന്താ പറയുക, ഒരു ലൈംഗികമായിട്ടുള്ള ദാഹം അല്ല, അത് ഭഗവാനുമായി ചേരാനുള്ള, ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം, സ്പർശം ഇത്യാദികളൊക്കെ അനുഭവിച്ചുകൊണ്ടും ഇരിക്കാനുള്ളതായിട്ടുള്ള ഒരു കൊതിയാണ്. അത് ആ രീതിയിൽ അവർ പ്രകടിപ്പിച്ചു. നമ്മളിപ്പോൾ ലോകത്തിലെ പലരോടും നമുക്ക് സ്നേഹമുണ്ട്. ആ ഓരോരുത്തരോടുള്ള സ്നേഹം പല രീതിയിലാണ്. ഇപ്പം നമുക്ക് ഗുരുക്കന്മാരുടെ സാമീപ്യം എപ്പോഴും വേണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് വിട്ടുപോകുക എന്നുള്ളത് വളരെ സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ ഗുരുക്കന്മാർ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചിരുത്താൻ പറ്റുമോ അവർക്ക്? അവരവരുടെ പണിക്ക് പോവും, നമ്മളെ നമ്മുടെ പണി എടുക്കാൻ പറയും, പൊക്കോളാൻ പറയും. സങ്കടമാണ്. അപ്പോൾ ആ ഗുരുക്കന്മാരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കാൻ ശിഷ്യഗണങ്ങൾക്ക് കൊതിയുണ്ട്. അതുപോലെ അച്ഛനമ്മമാർക്ക് കുട്ടികളോടുള്ള വാത്സല്യം, എപ്പോഴും കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കാൻ, പേരക്കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കെ കൊതിയുണ്ട്. അത് വേറൊരു രീതിയിൽ. സുഹൃത്തുക്കൾ തമ്മിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, കാമുകി കാമുകന്മാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഒക്കെ അഗാധമായിട്ടുള്ള സ്നേഹം ഉണ്ടാകും. അവർക്ക് എപ്പോഴും സാമീപ്യം കൊതിക്കുക എന്നുള്ളത് സാധാരണമാണ്. അങ്ങനെയുള്ള അതൊക്കെ ഒരു ഹൃദയത്തിൻ്റെ നന്മയാണ്. ഇങ്ങനൊരു വികാരം, സ്നേഹിക്കാനുള്ളതായിട്ടുള്ള വികാരം, ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതായിട്ടുള്ള ആ ഒരു ആഗ്രഹം, ഇതൊന്നും തെറ്റായിട്ടുള്ളതല്ല. അത് നല്ല ഒരു സ്വഭാവം തന്നെയാണ്. അത് അവരുടെ ഉള്ളിലുള്ള ആർദ്രതയെ, സത്വഗുണത്തെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. കല്ലുപോലെയുള്ള ആളുകൾക്ക് ആരോടും ഒരു സ്നേഹവും ഇല്ലാതെ പ്രകടിപ്പിക്കാതെ എല്ലാവരെയും അകറ്റി നിർത്തി അല്ലേ ക്രൂരമായി പെരുമാറാൻ പറ്റുള്ളൂ. അത് വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് അവർ കാലം കൊണ്ട് അവരങ്ങനെ ആയിപ്പോയതാണ്. അപ്പം ഇവിടെ ഗോപികമാര് അവരുടേതായിട്ടുള്ള അറിവിനനുസരിച്ച് അവർ ഭഗവാന് വേണ്ടി, ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് മറ്റ് ലൗകിക സുഖങ്ങളല്ല വേണ്ടത്, ഭഗവാന്റെ അനുഗ്രഹം, സാമീപ്യം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനെ കുറച്ച് എക്സാജറേറ്റഡായിട്ട് അവതരിപ്പിക്കും പുരാണം. ഇപ്പോൾ ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത്, വേദത്തെ സമ്യക്കായി ഉപബൃംഹണം ചെയ്യണം ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് എന്ന്. അപ്പോൾ വേദത്തിൽ ഒരു മുമുക്ഷുവിന്റെ അവസ്ഥയെ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഉപബൃംഹണം ചെയ്യുമ്പോൾ, ഉപബൃംഹണം ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സാജറേറ്റ് ചെയ്യലും കൂടിയാണ്, വലുതാക്കുക എന്നാണ്. ഉപബൃംഹിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വിസ്തരിക്കുക, വലുതാക്കുക. അപ്പോൾ ചില എക്സാജറേഷനും വരും അവിടെ. അതെന്തിനാണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. യോഗ്യതയുള്ളവർക്ക് എക്സാജറേഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉപനിഷത്തുക്കളിലൊക്കെ തത്വം ഉള്ളതുപോലെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് അതിൽ താല്പര്യം ജനിക്കുന്നത് വളരെ ചുരുക്കം ആളുകൾക്കാണ്. ഉപനിഷത്തുക്കൾ നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ നിന്നാൽ ആളുകളുടെ എണ്ണം ചുരുങ്ങും. വളരെ ചുരുക്കം ആളുകൾക്ക് ആ
തത്വം മാത്രമായിട്ട് കേൾക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപനിഷത്തുക്കൾ വെറും തത്വം മാത്രം പറയുന്നതാണ്. ആ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള തത്വങ്ങളെ പുരാണങ്ങളും ഇതിഹാസങ്ങളും കുറെ കൂടി അലങ്കാരികമായിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് വർണ്ണിക്കുകയാണ് കഥകളിലൂടെ. അത് ആകർഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഈ തത്വം നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസന്റെ ഈ പണി. ഈ തത്വം ഉള്ളിലേക്ക് ഇറക്കണം, നമ്മൾ മറക്കാതിരിക്കണം. മറക്കാതിരിക്കാനാണ് ഈ കഥയാകുന്ന ഒരു കണ്ടെയ്നർ. കഥകൾ കണ്ടെയ്നേഴ്സാണ്, അതിൻ്റെ ഉള്ളിലുള്ള തത്വമാണ് അതിൻ്റെ കണ്ടന്റ്. ഇപ്പൊ കണ്ടന്റ് നമുക്ക് സ്വയം ഗ്രഹിക്കാൻ പ്രയാസമാണ് കണ്ടെയ്നർ ഇല്ലാതെ. നേരിട്ട് കണ്ടന്റിനെ ഗ്രഹിക്കാൻ നമുക്ക് ഒത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് ഒരു കണ്ടെയ്നറിലാക്കി തരികയാണ്. അപ്പം മറക്കില്ല നമ്മൾ ഈ കഥകൾ, നമ്മൾ ഒരിക്കലും മറക്കില്ല. നേരെ മറിച്ച് ഉപനിഷത്തുകളിൽ പറഞ്ഞതായിട്ടുള്ള ഉപദേശങ്ങൾ, തത്വപ്രവചനങ്ങൾ, അത് നമുക്ക് അപ്പം തന്നെ നമ്മൾ മറന്നു പോകും. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ, അത്രയും തീവ്രമായിട്ടുള്ള ആ ഒരു ശ്രദ്ധയും മുമുക്ഷയും ഒക്കെ ഉള്ളവർക്കേ അത് ഉള്ളിൽ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഭാഗവതത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞത്, സ്ത്രീ ശൂദ്ര ദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചര. ത്രയീ വേദങ്ങൾ സ്ത്രീകൾക്കോ ശൂദ്രന്മാർക്കോ ദ്വിജബന്ധുക്കൾക്കോ എന്ന് വെച്ചാൽ ജന്മം കൊണ്ട് മാത്രം ദ്വിജത്വം അല്ലെങ്കിൽ ക്ഷത്രിയ വൈശ്യന്മാരായിട്ടൊക്കെ ഉപനയനാദികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ വേദത്തില് രുചി ഉണ്ടാവുന്നില്ല. എന്നാ ശ്രുതിഗോചര, അവർക്ക് ചെവിയിൽ കേട്ടാലും അത് ഗ്രഹിക്കാനോ അത് ഉൾക്കൊള്ളാനോ അതിനെ മെമ്മറൈസ് ചെയ്യാനോ അതിൻ്റെ താല്പര്യം വേണ്ട പോലെ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പുരാണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. വേദത്തിൻ്റെ വ്യാഖ്യാനമാണ് പുരാണങ്ങൾ. നിഗമകൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം. അമൃതദ്രവ സംയുതം, അമൃതദ്രവം ഇവിടെ നമുക്ക് രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? വെറും റോ മെറ്റീരിയൽ നിഗമകൽപ്പ വൃക്ഷത്തിൽ നിന്ന് ഒരു കഴിക്കുന്ന പഴമാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അത് നല്ല മധുരമുള്ളതായിട്ട് ആയിക്കോട്ടെ, നല്ല ജ്യൂസായിട്ട് അങ്ങോട്ട് തന്നു. അതാണ് ഭാഗവതം. അപ്പോൾ ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. ആ ഗോപികമാരുടെ ഉന്നതമായിട്ടുള്ള ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമഭാവം, അത് നാരദ മഹർഷിക്ക് പോലും എന്താ പറയുക, ആശ്ചര്യമായിരുന്നു. അദ്ദേഹം ഉദാഹരിക്കുന്നു. ഇനിതാ ബുദ്ധിസത്തമനായ ഉദ്ധവൻ ഗോകുലത്തിൽ ദൂതു പോകുമ്പോൾ ഈ ഗോപികമാരുടെ ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം കണ്ട് അവരുടെ പാദരേണുവിനെ നമസ്കരിക്കുന്ന കാണാം, അല്ലേ? വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണും അഭീക്ഷ്ണസഹ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. അപ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഗോപികമാർ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തെ അലങ്കരിക്കട്ടെ, ഭക്തോത്തമകളായി ശോഭിക്കട്ടെ. ഇപ്പൊ നമുക്ക് എവിടെയാണ് നമ്മൾ നിർത്തിയത്? 15-ാം ശ്ലോകമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ്. അതൊന്ന് ഓടിച്ചു നോക്കാം. 11-ാം ശ്ലോകത്തിൽ പറഞ്ഞു, അങ്ങ് ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പശുക്കളെ ചരിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങയുടെ താമര പോലെ മൃദുലങ്ങളായ പദം, കല്ല്, പുൽനാമ്പുകൾ ഇതൊക്കെ തട്ടി മുറിവേൽക്കും എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ മനസ്സ് കലിരതാം ഗച്ഛതി, വല്ലാതെ കലുഷിതമായി ആവലാതിപ്പെടുന്നു, അസ്വസ്ഥമാകുന്നു. ചിന്തിക്കാൻ വയ്യ ഞങ്ങൾക്ക് അങ്ങയുടെ പാദത്തിന് മുറിവേൽക്കുമോ,
അങ്ങയുടെ മൃദുലമായ താമരയേക്കാൾ മൃദുവായിരിക്കുന്ന അങ്ങയുടെ പാദതലങ്ങൾക്ക് ഈ കല്ലിൻ്റെയും മുള്ളിൻ്റെയും അല്ലെങ്കിൽ ആ പുൽക്കൊടികളുടെ പോലും മൂർച്ച തട്ടി വേദനിക്കില്ലേ, മുറിവേൽക്കില്ലേ എന്ന് ഞങ്ങൾ വിഷമിക്കുകയാണ് ഓരോ ദിവസവും. ഇനി അങ്ങ് വൈകുന്നേരങ്ങളിൽ തിരിച്ചു വരുന്നതായിട്ടുള്ള സമയത്ത് അങ്ങയുടെ കറുത്ത നീല കുന്തളങ്ങൾ മുഖത്തേക്ക് വീണുകിടക്കുന്ന ആ വനരുഹാനനം, താമര പോലെയുള്ളതായിട്ടുള്ള ആ മുഖം, അതിങ്ങനെ ഈ കുന്തളം കൊണ്ട് മൂടിക്കിടക്കുന്നതും ഘനരജസ്വലം, നല്ല പൊടികളെല്ലാം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതുമായിരിക്കുന്ന അതിനെ ഞങ്ങൾക്ക് കാണിച്ച് കാണിച്ച് നിത്യവും ഞങ്ങളെ മോഹിപ്പിക്കുകയല്ലേ അങ്ങ് ചെയ്യുന്നത്. ഞങ്ങളുടെ മനസ്സിൽ സ്മരം യച്ഛസി, കാമദേവനെ നൽകുകയല്ലേ ചെയ്യുന്നത്, കാമപീഡ നൽകുകയല്ലേ ചെയ്യുന്നത്. നേരിൽ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ടോ അങ്ങയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനായിട്ടോ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ മിന്നൽ പോലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കൊതിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി അങ്ങയുടെ പാദം, ചരണപങ്കജം, അത് പ്രണത കാമദം, പ്രണമിക്കുന്നവർക്ക് എല്ലാ കാമങ്ങളെയും നൽകുന്നതും സാക്ഷാൽ പത്മജയാൽ അർച്ചിക്കപ്പെടുന്നതും ഭൂമിക്ക് അലങ്കാരമായിരിക്കുന്നതും ആപത്തിൽ ധ്യാനിക്കപ്പെടേണ്ടതുമാണ്. അത് ശംതമമാണ്. മംഗളകരമായതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, സുഖം നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അങ്ങയുടെ പാദം. അത് ഹേ രമണ, ഹേ ആദിഹൻ, രമിപ്പിക്കുന്നവനെ, ഞങ്ങളുടെ ദുഃഖങ്ങളെ, ആദികളെ ഹനിക്കുന്നവനെ, ഞങ്ങളുടെ സ്തനേഷു അർപ്പയ, ഞങ്ങളുടെ ഹൃദയസ്ഥാനത്ത് ഞങ്ങളുടെ കാമപീഡ അനുഭവിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ നെഞ്ചിൽ വെച്ച് അനുഗ്രഹിച്ചാലും. ഇനി അങ്ങയുടെ അധരാമൃതം, തേ അധരാമൃതം നഹ വിതര, ഞങ്ങൾക്ക് നൽകിയാലും. കാരണം അത് ഞങ്ങൾക്ക് രതിയെ വർദ്ധിപ്പിക്കുന്നത്, ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, ഞങ്ങളുടെ ശോകത്തെ നശിപ്പിക്കുന്നതാണ്. ആ വെറും ജഡമായിരിക്കുന്ന വേണുവിനെ, ശബ്ദിക്കുന്ന വേണുവിനാൽ പോലും എപ്പോഴും നന്നായി ചുംബിക്കപ്പെടുന്നതാണ്. മറ്റുള്ള രാഗങ്ങളെയെല്ലാം വിസ്മരിപ്പിക്കുന്നതാണ്. ഏത് നരന്മാർക്കും എല്ലാ രാഗങ്ങളെയും വിസ്മരിപ്പിക്കുന്നതാണ് അങ്ങയുടെ അധരാമൃതം. അത് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇനി അങ്ങ് പകൽ നേരത്ത് കാനനത്തിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഞങ്ങൾക്ക് അങ്ങയെ കാണാതിരിക്കുന്ന ഓരോ ത്രുടിയും ഓരോ ലവനിമിഷവും ഞങ്ങൾക്ക് യുഗായത്തെ, ത്വാമപശ്യതാം ത്രുടിഹി നഹ യുഗായത്തെ, ഒരു യുഗം പോലെയാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. വൈകുന്നേരം അങ്ങ് വരുമ്പോഴോ അങ്ങയുടെ ആ കുടില കുന്തളത്തോടു കൂടിയതായിട്ടുള്ള ശ്രീമുഖം, ചുരുണ്ട മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്ന മനോഹരമായിട്ടുള്ള അങ്ങയുടെ മുഖം, ഉദീക്ഷതാം ദൃശാം, ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് വീക്ഷിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ ഞങ്ങളുടെ കണ്ണിന്റെ ഇമകൾ, പക്ഷ്മം, ആ പക്ഷ്മം വന്ന് അടയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടാകാറുണ്ട്. ഞങ്ങൾ ആ സൃഷ്ടികർത്താവിനെ ഞങ്ങളിതാ ശപിക്കുകയാണ്. പക്ഷ്മകൃത്ത് ജഡഹ, ഈ പക്ഷ്മമുണ്ടാക്കിയ ആള് അഥവാ ഈ കണ്ണിന്റെ ഇമകൾ ഉണ്ടാക്കിയ ആള്, പോളകൾ ഉണ്ടാക്കിയ ആള് ഒരു ബുദ്ധിയില്ലാത്ത ആളാണെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ആ ബ്രഹ്മദേവനെ ഞങ്ങൾ ശപിക്കുന്നു. കാരണം അത്ര പോലും ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ അങ്ങയുടെ അദർശനം. അങ്ങേ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് കൺപീലികളൊന്ന് കണ്ണ് ഇമ വെട്ടി തുറക്കുന്ന ആ നേരം പോലും അങ്ങേ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വിരമിക്കാൻ ഞങ്ങൾക്കാവില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഞങ്ങളെ ഇപ്പൊ എത്ര നേരമായി ഈ ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ ത്രുടിയും ഇപ്പോഴും ഞങ്ങൾക്ക് യുഗത്തേക്കാൾ പീഡയാണ് നൽകുന്നത്. ഇനിയെങ്കിലും വന്നൂടെ, ഞങ്ങളെ എങ്ങനെ പീഡിപ്പിക്കണോ, വേഗം വരൂ എന്നുള്ളതായിട്ടുള്ള അവരുടെ ആ പ്രാർത്ഥനയാണ് ഈ വർണ്ണനയുടെയൊക്കെ ആന്തരികാർത്ഥം. അവരുടെ ഉള്ളിലുള്ള തീവ്രമായിട്ടുള്ള ഭഗവത് ദർശനത്തിന് വേണ്ടിയുള്ള കൊതിയാണ്, അല്ലെങ്കിൽ മുമുക്ഷയാണ് ഇവിടെ പ്രകടമാകുന്നത്. 16-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗതാഃ ഗതിവിധസ്തവോദ്ഗീതമോഹിതാഃ കിതവയോഷിതഃ കസ്ത്യജേന്നിശി. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗതാഃ ഗതിവിധസ്തവോദ്ഗീതമോഹിതാഃ
കിതവയോഷിത കസ്ത്യജേർനിശി. അപ്പോ ഭഗവാനോട് പറയണു, ഹേ അച്യുത എന്നാണ് ഭഗവാനെ സംബോധന ചെയ്യുന്നത്. അച്യുത, നാശരഹിതനായിരിക്കുന്നവനെ, അഖണ്ഡ ആനന്ദ സ്വരൂപനായിരിക്കുന്നവനെ, സ്വരൂപത്തിൽ നിന്ന് ഒരു ച്യുതിയുമില്ലാത്തവനെ. അപ്പോ ഞങ്ങള് പിടിച്ചിരിക്കുന്നത് ഏറ്റവും ബലമുള്ള പുളിങ്കൊമ്പിനെ തന്നെയാണ്. അച്യുതനെയാണ് ഞങ്ങളെ പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ച്യുതിയുള്ളതൊന്നും വേണ്ട. മുരിങ്ങക്കമ്പിലൊക്കെ പിടിച്ച് വീണ് പരിക്ക് പറ്റാനൊന്നും ഞങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ മുരിങ്ങക്കൊമ്പൊക്കെ ഉപേക്ഷിച്ചു. ഇതാണ് നിത്യാനിത്യ വസ്തു വിവേകം, ആത്മാനാത്മ വിവേകം. ആ വിവേകത്തിന്റെ ഒരു ഭാവമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് മറ്റ് ഭൗതിക സുഖം തരുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ വിട്ടു. കാരണം ഭൗതിക സുഖമൊന്നും ശാശ്വതമല്ല, അനിത്യം, അസുഖം. ഇത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? പതി സുത അന്വയ ഭ്രാതൃ ബാന്ധവാൻ അതിവിലംഘ്യ ഹേ അച്യുത തേ അന്തി ആഗതാഹ. ഹേ അച്യുത തേ അന്തി, തേ അന്തി തേ സമീപേ ആഗതാഹ വയം. ഞങ്ങള് വന്നു ചേർന്നിരിക്കുന്നത് ഇവരെയെല്ലാം അതിവിലംഘ്യ അതിക്രമിച്ചിട്ട് അവരെല്ലാം ഞങ്ങളെ തടയാൻ ശ്രമിച്ചു. ആ തടയുന്നവരായിട്ടുള്ള ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഇതുവരേക്കും തന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും സെക്യൂരിറ്റി തരുമെന്ന് മറ്റുള്ളവരെല്ലാം കരുതുന്ന, എല്ലാവരും ബന്ധുക്കളിലാണ് സെക്യൂരിറ്റി കാണുന്നത്. ഭർത്താവ്, മക്കള്, പിതാ രക്ഷതി കൗമാരേ, ഭർത്താ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ. അപ്പോ നമുക്ക് രക്ഷ തരുന്ന, സുരക്ഷിതത്വം നൽകുന്ന ഈ മൂന്ന് കൂട്ടരെയും ഞങ്ങൾ ഉപേക്ഷിച്ചു. പതിയെ വിട്ടു, ഭർത്താവിനെ വിട്ടു, സുത മക്കളെ വിട്ടു, അന്വയം എന്ന് പറഞ്ഞാൽ വംശം, കുടുംബം എന്നൊക്കെ അർത്ഥം. ഭ്രാതൃ സഹോദരന്മാര്, ബാന്ധവാൻ ബന്ധുക്കളെ, എല്ലാതരം ബന്ധുക്കളെയും വളരെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും സുരക്ഷിതത്വം നൽകുന്ന, ഭൗതികമായ സുഖം നൽകുന്നവരായ എല്ലാവരെയും ഞങ്ങള് അതിവിലംഘ്യ അതിക്രമിച്ചിട്ട്, ആദരിക്കാതെ, അവർ തടഞ്ഞിട്ടും അതിനെ അനുസരിക്കാതെ. അപ്പൊ ഞങ്ങൾ അവരെ അതിവിലംഘ്യ അനുസരിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങളെ അവർ സ്വീകരിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നവുമല്ല. അപ്പൊ അത് അവഗണിച്ച് വരിക എന്ന് പറയുമ്പോൾ അവരെ ഉപേക്ഷിച്ച് വരിക തന്നെയാണ്. തൽക്കാലത്തേക്കുള്ള വരവല്ല, പെർമനന്റ് ആയിട്ടുള്ള വരവാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി അവർ ഞങ്ങളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോണമെന്നേ ഇല്ല. ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അച്യുതനായ അങ്ങയെയാണ് ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്. ഹേ അച്യുത തേ അന്തിയാഗതാഹ, അങ്ങയുടെ സമീപമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാരണം അങ്ങ് മാത്രമാണ് ആശ്രയിക്കാൻ യോഗ്യനായിട്ടുള്ളവനെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോ ഏറ്റവും പരമഗതി നൽകുന്ന പരമപുരുഷൻ അങ്ങാണെന്ന് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. അല്ലാതെ ഒരു ലൗകികനായിട്ടുള്ള ഒരു പുരുഷനായിട്ടല്ല ഞങ്ങൾ അങ്ങയെ കാണുന്നത്. അവിടെ ഗതിവിദഃ തവ ഉദ്ഗീത മോഹിതാഹ കിതവ യോഷിതഃ കസ്ത്യജേർനിശി. ഗതിവിദഃ ഗതിയെ അറിയുന്നവർ, ഗതിം വേത്തി. അപ്പൊ ഗതി എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, ശരണം, ആശ്രയം എന്നൊക്കെ അർത്ഥം. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഗതി ആരാണെന്ന് നല്ല ബോധ്യമുണ്ട് എന്നർത്ഥം. മറ്റുള്ളവരൊന്നും ഗതിയൊന്നുമല്ല. അവരൊക്കെ മാർഗത്തിലുള്ള സത്രങ്ങൾ മാത്രമാണ്. നമ്മളിപ്പോ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ ലക്ഷ്യമാണ് നമ്മുടെ ഗതി. എവിടെ എത്തിച്ചേർന്നാലാണോ നമുക്ക് ശാന്തിയാവുക, അതാണ് ഗതി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പലയിടത്തും വിശ്രമിക്കേണ്ടി വരും, പലയിടത്തും നമുക്ക് അഭയം തേടേണ്ടി വരും. വളരെ ദീർഘമായിട്ടുള്ള യാത്രയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പല രാത്രികളിലും
നമുക്ക് പല സത്രങ്ങളിലും കൂടേണ്ടി വരും അല്ലെ. ഇന്നത്തെ വിമാനയാത്രയല്ലല്ലോ. വിമാനയാത്രകളിൽ പോലും പലപ്പോഴും പലയിടത്തും ഇറങ്ങി ബ്രേക്ക് ഉണ്ടാവും യാത്രയ്ക്ക്. അപ്പോൾ ഒരു ദീർഘയാത്ര, ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പോകുമ്പോൾ വഴിയിൽ പലയിടത്തും നമുക്ക് ആശ്രയങ്ങൾ ഉണ്ടാവും. അതൊക്കെ താൽക്കാലികമാണ്. അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല പോയത്. നമ്മളിപ്പോൾ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ ഡൽഹിയിൽ ഇറങ്ങി ചിലപ്പോൾ ഒരു ദിവസം താമസിക്കേണ്ടി വന്നു. പിന്നെ പോയി അല്ലേ, ഹരിദ്വാറിൽ പോയി ഒരു ദിവസം താമസിച്ചു. നമുക്ക് പോകേണ്ടത് ബദരീനാഥത്തിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ വഴിയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എത്താൻ പറ്റിയില്ല. അപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ദേവപ്രയാഗിലോ ശ്രീനഗറിലോ കർണപ്രയാഗിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കിട്ടിയെടുത്ത് രാത്രി തങ്ങി. അവിടെ പോകാനാണ് പോയത്. അതൊക്കെ തൽക്കാലത്തേക്കുള്ള ഒരു ആശ്രയം മാത്രമാണ്, പെർമനന്റ് അല്ല. നമ്മൾ പോയത് ലക്ഷ്യം, നമ്മുടെ ഗതി ബദരീനാഥനെ കാണാനാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഗതി, അത് ശാശ്വതമായിട്ടുള്ള ഗതി, അത് ഭഗവാനാണ്. അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ഈ അനിത്യതയിൽ നിന്നുള്ള മോചനം ഉണ്ടാവുള്ളൂ. അനിത്യത നമുക്കെപ്പോഴും ഇൻസെക്യൂരിറ്റിയാണ് നൽകുന്നത്, അസ്വസ്ഥതയാണ് നൽകുന്നത്. നിത്യമായതിനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിന് ശാന്തി ഉണ്ടാകുള്ളൂ, അഭയം ഉണ്ടാവുള്ളൂ. ആ അഭയസ്ഥാനം അങ്ങാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഗതിവിദഃ വയം ഗതിവിദഃ, ഞങ്ങൾ ഗതിയെ അറിയുന്നവരാണ്, ഗതിവിത്തുക്കളാണ്. ആരെ പ്രാപിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അച്യുതനെ പ്രാപിച്ചത്. അങ്ങനെയുള്ള ഗതിവിദഃ എന്ത് ചെയ്തു ഞങ്ങള്? തവ ഉദ്ഗീതമോഹിതാഹ, തവ അങ്ങയുടെ ഉദ്ഗീതത്താൽ ഉച്ചത്തിൽ ഗാനം ചെയ്തു. അങ്ങ് എന്തിനാ ഗാനം ചെയ്യാൻ പോയത്? ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഞങ്ങളെ വിളിച്ചു വരുത്തുകയല്ലേ ചെയ്തു അങ്ങയുടെ ഗാനത്തിലൂടെ. അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഗൃഹകൃത്യങ്ങളുമായിട്ട് പോവുകയായിരുന്നു. എന്നത്തെയും പോലെ അന്ന് വൈകുന്നേരവും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഗാനം ചെയ്തത് ഞങ്ങളെ വിളിച്ചു വരുത്താൻ വേണ്ടി, ഞങ്ങളെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. വരൂ വരൂ എന്ന് വിളിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് തവ ഉദ്ഗീതമോഹിതാഹ, അങ്ങയുടെ ഉദ്ഗീതത്താൽ, ഉച്ചത്തിലുള്ള ഗാനത്താൽ ഞങ്ങൾ മോഹിച്ചു വന്നവരാണ്, ഭ്രമിച്ചു വന്നവരാണ്. അങ്ങ് ഞങ്ങളെ വിശ്വസിപ്പിച്ചതാണ്. അങ്ങനെയുള്ള ഞങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളെ ത്യജിക്കുകയാണോ? ഹേ കിതവ എന്നാ പറയണം, വഞ്ചക. കൈതവം ഉള്ളവൻ കിതവൻ. കൈതവം എന്ന് പറഞ്ഞാൽ കളവ്, വഞ്ചന, ചതി, ഇതൊക്കെയാണ് കൈതവം. കൈതവം ചെയ്യുന്നവൻ കിതവൻ. ഹേ കിതവ എന്നാ വിളിക്കണേ. അമ്പട കള്ള, നമ്മുടെ വഞ്ചക, ചതിയ എന്നാ ഭഗവാനെ വിളിക്കുന്നത്. ഹേ കിതവ യോഷിത കഹ നിശിത്യജേത്. യോഷിത സ്ത്രീകളെ കഹ ഏതൊരുവനാണ് നിശിത്യജേത് രാത്രി നേരത്ത് ഉപേക്ഷിക്കുക. അപ്പോൾ ഞങ്ങളെ രാത്രിയിൽ അനാഥകളെ പോലെ ഇങ്ങനെ ഉപേക്ഷിച്ചത് ശരിയാണോ, ന്യായമാണോ, ധർമ്മമാണോ എന്ന് ചോദിക്കണം. എന്തെങ്കിലുമൊക്കെ ഭഗവാനോട് തർക്കിക്കാൻ വേണ്ടി ആലോചിച്ച് ഓരോരുത്തരും ഓരോന്നുണ്ടാക്കണം, ഓരോ കാരണങ്ങൾ. അപ്പൊ സ്ത്രീകളായ ഞങ്ങളെ ഈ രാത്രിയിൽ ഉപേക്ഷിച്ചു പോയത് മര്യാദയാണോ? അബലകളായിട്ടുള്ള ഞങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് ഈ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള വനത്തിന്റെ നടുവിലിട്ടിട്ട് ഞങ്ങളെ പോയത് മര്യാദയാണോ? ഏതെങ്കിലും പുരുഷന്മാര് ചെയ്യോ? ഒരു ബന്ധവുമില്ലാത്ത വഴിപോക്കരായിട്ടുള്ള പുരുഷന്മാർ കൂടി ഏതെങ്കിലും സ്ത്രീകള് രാത്രിയിൽ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായമായിട്ട് ധൈര്യം കൊടുക്കും. മര്യാദക്കാരായിട്ടുള്ള പുരുഷന്മാർ അല്ലേ? ഇന്ന് അങ്ങനെയുള്ളത് കുറഞ്ഞു വരുന്നു. അപ്പോ ഞങ്ങള് അങ്ങ് വിളിച്ചു വരുത്തിയത് കൊണ്ട് വന്നതാണ്, അങ്ങയുടെ ഗീതത്താൽ മോഹിതരായിട്ട് വന്നതാണ്. അങ്ങനെയുള്ള ഞങ്ങളെ ഹേ കിതവ, ഹേ വഞ്ചക, ഏതൊരു പുരുഷനാണ് രാത്രിയിൽ ഞങ്ങളെ ഇങ്ങനെ സ്ത്രീകളെ അനാഥകളായി ഉപേക്ഷിച്ചിട്ട് പോവുക?
അപ്പം അങ്ങയെ വിശ്വസിച്ച് വന്നവരല്ലേ ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കാൻ പാടുള്ളതാണോ? ഞങ്ങളിപ്പോൾ ആകെ ഭയപ്പെട്ടിരിക്കുകയല്ലേ, അസ്വസ്ഥരല്ലേ, അങ്ങയെ കാണുന്നതല്ലേ ഞങ്ങളുടെ അഭയം അല്ലേ? അഭയം വൈ ബ്രഹ്മ. ആ ബ്രഹ്മദർശനത്തിൽ മാത്രമേ അഭയം ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ, ഹേ അച്യുത, ഞങ്ങളെ വഞ്ചിക്കരുതേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, ഞങ്ങൾക്ക് അഭയം നൽകൂ, അങ്ങയുടെ ദർശനത്തിലൂടെ അഭയം നൽകൂ, ഞങ്ങളുടെ സമീപത്തേക്ക് വരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗതാ ഗതിവിധസ്തവോ ഗീതമോഹിതാ കിതവയോഷിത കസ്ത്യജേന്നിശി രഹസി സംവിദം ഹൃച്ഛയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യതാമതേ മുഹുരതിസ്പൃഹാ മുഹ്യതേ മനഃ രഹസി സംവിദം ഹൃച്ഛയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യതാമതേ മുഹുരതിസ്പൃഹാ മുഹ്യതേ മനഃ. അപ്പോ ഞങ്ങളുടെ മനസ്സ് മോഹിക്കുന്നു. മനഃ മുഹ്യതേ, എന്ത് ചെയ്തിട്ട്? അങ്ങയുടെ ഓരോരോ ചേഷ്ടകൾ വീക്ഷ്യ, മുഹുഹു വീക്ഷ്യ, വീണ്ടും വീണ്ടും കണ്ടിട്ട്. ഞങ്ങൾ എത്ര കാലമായി അങ്ങ് ജനിച്ച അന്ന് മുതൽക്ക് കാണാൻ തുടങ്ങിയതാണ് അങ്ങയുടെ ഓരോ ലീലകൾ. അപ്പൊ അങ്ങയുടെ ആ ശരീര സൗന്ദര്യം, അങ്ങയുടെ ഓരോ ചേഷ്ടകൾ, ഇതെല്ലാം ഞങ്ങൾ കണ്ട് 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 ഞങ്ങൾ മോഹിതരാണ്. മുഹുഹു വീക്ഷ്യ അതിസ്പൃഹ, ഞങ്ങളുടെ ഉള്ളില് അതിയായ കൊതിയുണ്ടായിട്ടുണ്ട്, അധിക താല്പര്യമുണ്ട്, അതിസ്പൃഹയുള്ളവരാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ മനഃ മുഹ്യതേ, മനസ്സ് മോഹിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഞങ്ങളെ മോഹിപ്പിക്കുന്നത്? അങ്ങയുടെ എന്തൊക്കെ? രഹസി സംവിദം ഹൃച്ഛയോദയം, ഹൃച്ഛയോദയം രഹസി സംവിദം. ഹൃച്ഛയൻ എന്ന് പറഞ്ഞാൽ മന്മഥനാണ്. അവനെ ഉദിപ്പിക്കുന്നത്, മന്മഥ പീഡയുണ്ടാക്കുന്നത്, ഉള്ളില് കാമനെ ജനിപ്പിക്കുന്നത്, വർദ്ധിപ്പിക്കുന്നത്. ഹൃച്ഛയോദയം എന്ത്? രഹസ്യ സംവിധം, അങ്ങയുടെ ഏകാന്തതയിലുള്ള സ്വകാര്യമായിട്ടുള്ള ഞങ്ങളോടുള്ള പല രീതിയിലുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ ഓരോ ചേഷ്ടകൾ. അപ്പൊ രഹസ്യത്തിലുള്ളതായിട്ടുള്ള അങ്ങയുടെ സംവാദങ്ങളും ചേഷ്ടകളും രഹസ്യ സംവിധം. അതുപോലെ അങ്ങയുടെ പ്രേമവീക്ഷണം, പ്രേമപൂർവമായ അങ്ങയുടെ കടാക്ഷം, ഞങ്ങളുടെ നേരെ നോക്കുന്ന ഓരോ നോട്ടവും അല്ലേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അമ്പേൽക്കുന്നത് പോലെ, മൂർച്ചയേറിയ അമ്പേൽക്കുന്നത് പോലെയാണ് അങ്ങയുടെ ഓരോ നോട്ടവും. മന്മഥ ബാണങ്ങൾ കൊണ്ട് ഞങ്ങൾ പീഡിതരാണ്. പ്രേമവീക്ഷണം, അപ്പൊ പ്രേമത്തെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അങ്ങയുടെ വീക്ഷണം. അതുപോലെ പ്രഹസിതാനനം, അങ്ങയുടെ മന്ദഹാസത്തോടു കൂടിയതായിട്ടുള്ള ആ മനോഹരമായ മുഖം അല്ലേ, ആ നിലാവ് പൊഴിക്കുന്നത് പോലെയുള്ള മന്ദഹാസത്തോടു കൂടിയതായിട്ടുള്ള അങ്ങയുടെ ആ മുഖം. അതുപോലെ അങ്ങയുടെ ബൃഹദുരഹ, ബൃഹത്തായ ഉര, അങ്ങയുടെ വിരിഞ്ഞതായിട്ടുള്ള ഉരസ്ഥലം, മാറിടം. അതെന്താണ്? ശ്രിയഃ ധാമ. ശ്രിയഃ ധാമ, ലക്ഷ്മിയുടെ വാസസ്ഥാനമാണ് അങ്ങയുടെ ആ ബൃഹതായ ഉരസ്. അപ്പൊ ശ്രിയഃ ധാമ ബൃഹത്തെ ഉരഹ മുഹുഹു വീക്ഷ്യ, ലക്ഷ്മി വാസസ്ഥാനമായ അങ്ങയുടെ മാറിനെയും വീണ്ടും വീണ്ടും കണ്ടിട്ട് അതിസ്പൃഹ, ഞങ്ങളുടെ ഉള്ളില് അതിയായ കൊതി ജനിച്ചിരിക്കുന്നു, ആസക്തി ജനിച്ചിരിക്കുന്നു, താല്പര്യം ജനിച്ചിരിക്കുന്നു. മനഃ മുഹ്യത്തെ, ഞങ്ങളുടെ മനസ്സ് വല്ലാത്ത മോഹത്തെ ബാധിച്ചിരിക്കുന്നു, ഞങ്ങൾ വളരെയധികം പീഡിതരാണ് എന്ന് പറയാം. അപ്പൊ ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു മോഹം എന്നുള്ളതൊരു മൂർച്ഛ, മോഹാലസ്യം എന്നുള്ളതായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പൊ ഈ മൂർച്ഛ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇനി വേണ്ടത്
ഇഷ്ടപ്രാപ്തിയാണ്. ഇഷ്ടപ്രാപ്തി ഇല്ലെങ്കിൽ മരിച്ചു പോകാനും ഇടയുണ്ട് അല്ലേ? മോഹാത്സ്യപ്പെട്ടവർക്ക് നമ്മൾ എന്താ ചെയ്യുക? വെള്ളമൊക്കെ തളിച്ച് അവർക്ക് വേണ്ട മരുന്നോ ഭക്ഷണമോ, എന്തുകൊണ്ടാണ് അവർ മോഹാത്സ്യപ്പെട്ട വെച്ചാൽ ആ കാരണത്തിന് ചികിത്സ ചെയ്യണം. അപ്പോഴേ അവർക്ക് എന്താ പറയുക, സ്റ്റഡി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. വെള്ളം തളിച്ചാൽ തൽക്കാലം ഉണർന്നു എന്ന് വരും. പക്ഷെ ആ മോഹാത്സ്യം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ്, ആ കാരണത്തെ ഇല്ലാതാക്കണം. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് മോഹാത്സ്യം അഥവാ മൂർച്ച ഉണ്ടായിരിക്കുന്നു. വീണ്ടും വീണ്ടും അങ്ങയുടെ ഈ ഓരോ അവയവങ്ങളും കണ്ടിട്ട്, അങ്ങയുടെ ഓരോ ചേഷ്ടകൾ കണ്ടിട്ട്, ഇനിയിപ്പോൾ അതിനാകെ ഒരു മരുന്നേ ഉള്ളൂ, ഞങ്ങളുടെ ഈ രോഗം മാറ്റാൻ, ഞങ്ങളുടെ ഈ ഹൃച്ഛയത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മോഹത്തെ ഇല്ലാതാക്കാനായിക്കൊണ്ട് അങ്ങ് വന്ന് അങ്ങയുടെ മനോഹരമായ മുഖം ഞങ്ങളുടെ മുമ്പിൽ ദർശിപ്പിക്കുക, ഞങ്ങളെ സാന്ത്വനപ്പെടുത്തുക. ഏതൊക്കെ രീതിയിലാണ് ഞങ്ങളെ സാന്ത്വനപ്പെടുത്തേണ്ടതെന്ന് സകല കലാവല്ലഭനായിട്ടുള്ള അങ്ങേക്ക് അറിയാം. അങ്ങനെ ഞങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോകും അല്ലേ? ഈ മൂർച്ച കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ രക്ഷിക്കാൻ പറ്റില്ല ആളെ. അപ്പൊ അതുപോലൊരു മൂർച്ഛാവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ. വേഗം വരൂ, വേഗം വരൂ എന്നാണ്. അപ്പൊ അങ്ങയുടെ രഹസ്യത്തിലുള്ളതായിട്ടുള്ള ഓരോ ചേഷ്ടകൾ, സംവിധങ്ങൾ അഥവാ ഞങ്ങളെ പല രീതിയിൽ ഞങ്ങൾക്ക് വാക്കുകൾ തന്ന് ഞങ്ങളെ പ്രലോഭിപ്പിക്കുന്നതും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള അങ്ങയുടെ സംവാദങ്ങൾ, അതെല്ലാം കാമപീഡയെ ഉണ്ടാക്കുന്നതാണ്. അങ്ങയുടെ മന്ദസ്മിത പൂർണ്ണമായിട്ടുള്ള മുഖം, അങ്ങയുടെ പ്രേമപൂർവമായ വീക്ഷണം, ലക്ഷ്മിയുടെ ധാമമായിരിക്കുന്ന അങ്ങയുടെ ബൃഹത്തായ ഉരപ്രദേശം, ഇതെല്ലാം വീണ്ടും വീണ്ടും കണ്ടിട്ട് ഞങ്ങളുടെ ഉള്ളിൽ അതിയായ സ്പൃഹയുണ്ടായിരിക്കുന്നു. ഞങ്ങളുടെ മനസ്സ് മോഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് വേഗം വരൂ, ഞങ്ങൾ മരിച്ചു പോകുന്നതിന് മുമ്പ് വന്ന് ഞങ്ങളെ രക്ഷിക്കൂ. പ്രഹസി സംവിദം ഹൃച്ഛയോദയം പ്രഹസിദാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യതാമതേ മുഹുരതിസ്പൃഹ മുഹ്യതേ മനഃ വ്രജവനൗകസാം വ്യക്തിരംഗതേ വ്രജിനഹന്ദ്ര്യലം വിശ്വമംഗളം ത്യജമനാച്ചന സ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം യം നിഷൂദനം വ്രജവനൗകസാം വ്യക്തിരംഗതേ വ്രജിനഹന്ദ്ര്യലം വിശ്വമംഗളം ത്യജമനാച്ചന സ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം യം നിഷൂദനം. വ്രജവനൗകസാം വ്യക്തി അംഗ തേ വ്രജിനഹന്ത്രി അലം വിശ്വമംഗളം ത്യജമനാച്ചന ത്വൽസ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം എന്നിഷൂദനം. അപ്പൊ അങ്ങയുടെ ദർശനം തന്നെയാണ് ഇവിടെ വേണ്ടത്. ഞങ്ങളുടെ മനസ്സിലുള്ള രോഗങ്ങളെ നശിപ്പിക്കുന്നതാണ് സ്വജന ഹൃദ്രുജാം നിഷൂദനം അല്ലെ? ഹൃദ്രോഗം, ഹൃദ്രുഖ് എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗം, അതിന്റെ ബഹുവചനം ഷഷ്ടി, ഹൃദ്രുജാം. അപ്പൊ ഞങ്ങളുടെ ഹൃദയരോഗങ്ങളുടെ, എന്താ ഹൃദയരോഗം ഇവിടെ അല്ലെ? നമ്മൾക്ക് രാസക്രീഡ കേട്ടാൽ നമ്മുടെ ഹൃദ്രോഗം ഇല്ലാതാവുന്നതാണ് ബലശ്രുതി പറയുക. അപ്പൊ എല്ലാവരുടെയും കാർഡിയാക് പ്രോബ്ലംസ് എല്ലാം തീർന്നു കിട്ടുന്നതാണോ അതിൻ്റെ അർത്ഥം? ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ രോഗം എന്നുള്ളത് കാമമാണ്. ഇവിടെ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള രോഗം ഹൃദ്രോഗം, സ്വജന ഹൃദ്രുജം, അങ്ങയുടെ സ്വജനങ്ങളാണ് ഞങ്ങൾ. അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന, അങ്ങയെ നാഥനായി കരുതുന്ന, അങ്ങ് മാത്രം ആശ്രയമായിരിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള സ്വജനങ്ങളുടെ ഹൃദ്രുജാം, ഹൃദയത്തിലുള്ള രോഗങ്ങളുടെ നിഷൂദനം യത്,
നിഷൂദനം നശിപ്പിക്കുന്നത്, നിതരാം സൂദനം നന്നായി സൂദനം നിശേഷേണ സൂദനം ചെയ്യുന്നത്, ഉന്മൂലനം ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്. യത് അതിനെ മനാക്ക് ത്യജ. മനാക്ക് എന്ന് പറഞ്ഞാൽ അല്പം എന്നർത്ഥം. അല്പമെങ്കിലും ത്യജ എന്നുള്ളത് അങ്ങ് വിട്ടുതരൂ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങ് ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേരെ ത്യജിച്ചാലും, ഞങ്ങളുടെ നേരെ എറിഞ്ഞാലും, ഞങ്ങളുടെ നേരെ വിട്ടു തന്നാലും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അപ്പോ അത് എന്താണ്? അങ്ങയുടെ അവതാരം, അങ്ങയുടെ രൂപം, മൂർത്തി, അതാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ ദർശനം കൊണ്ട് മാത്രമേ ഞങ്ങളുടെ ഹൃദ്രോഗം ശമിക്കുകയുള്ളൂ. അപ്പൊ എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ ആ വ്യക്തി എന്നുള്ളതിനെ വർണ്ണിക്കുകയാണ്. ഹേ അംഗ, അല്ലയോ പൂജ്യനായ ഭഗവാനെ, തേ വ്യക്തി വ്രജവനൗകസാം വൃജിനഹന്ത്രി. തേ വ്യക്തി, അങ്ങയുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അവതാരം, അങ്ങയുടെ മൂർത്തി. ഈ കൃഷ്ണാവതാരം എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വ്രജവനൗകസാം വൃജിനഹന്ത്രിയാണത്. വ്രജൗകസാം വനൗകസാം. വ്രജൗകസ് എന്ന് പറഞ്ഞാൽ വ്രജവാസികൾ, ഗോകുലവാസികൾ, ഗോപന്മാരും ഗോപികമാരും ഒക്കെ. വനൗകസുകൾ എന്ന് പറഞ്ഞാലോ വനവാസികൾ, ഈ വൃന്ദാവനത്തിലുള്ളതായിട്ടുള്ള സകല ജീവരാശികളും. ഇനി വനൗകസുകൾ എന്ന് പറഞ്ഞാലോ വാനപ്രസ്ഥ സന്യാസാദികൾ സ്വീകരിച്ചിരിക്കുന്ന, ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ആളുകൾ. അപ്പൊ അവർക്കും ഈ ഭഗവാന്റെ അവതാരമൂർത്തിയെ ചിന്തിച്ച് തന്നെയാണ് അവരും അവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നത്. അപ്പൊ ഈ ഗോകുലവാസികളുടെയും വൃന്ദാവനവാസികളായ സകല ചരാചരങ്ങളുടെയും, അതുപോലെ തന്നെ മറ്റു വനവാസികളായ വാനപ്രസ്ഥ സന്യാസാദി ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആളുകളുടെയും വൃജിനഹന്ത്രി. വൃജിനം പാപം അല്ലെങ്കിൽ ദുഃഖം. അപ്പൊ ഞങ്ങളുടെ അങ്ങയുടെ മൂർത്തിയെക്കുറിച്ച് ധ്യാനിക്കും തോറും ഞങ്ങളുടെ പാപം നശിക്കും. പാപം നശിച്ചാൽ അതിന്റെ തന്നെ ഫലമായ ദുഃഖവും നശിക്കും. നമ്മുടെ ദുഃഖത്തിന്റെ കാരണം നമ്മുടെ പാപമാണ്. അപ്പൊ രണ്ടിനും പര്യായമായിട്ട് വൃജിനം എന്ന പദം. പാപവുമാണത്, ദുഃഖവുമാണ്. കാരണം പാപത്തിന്റെ ഫലമാണ് ദുഃഖം. പാപം ഉണ്ടെങ്കിലേ ദുഃഖം ഉണ്ടാവുള്ളൂ. കാരണം പാപം, കാര്യം ദുഃഖം. അപ്പോ വൃജിനഹന്ത്രി, ഞങ്ങളുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ ഈ മൂർത്തി. ഈ മൂർത്തിയെ കാണുന്തോറും ഞങ്ങൾക്ക് പരമാനന്ദമാണ്. ഞങ്ങളെല്ലാം മറക്കും. എല്ലാ സംസാര ദുഃഖങ്ങളും ഞങ്ങൾ മറക്കും. അപ്പൊ തേ വ്യക്തി വ്രജവനൗകസാം വൃജിനഹന്ത്രി. മാത്രമല്ല അത് വിശ്വമംഗളം, അത് ലോകത്തിന് മുഴുവൻ, വിശ്വത്തിന് മുഴുവൻ, സർവർക്കും മംഗളത്തെ നൽകുന്നതാണ് അങ്ങയുടെ മൂർത്തി. മംഗളാനാം ച മംഗളം. അങ്ങയുടെ മൂർത്തി ചിന്തിക്കുന്നത്, കാണുന്നത് ഒക്കെ ഏറ്റവും മംഗളകരമായിട്ടുള്ളതാണ്. ഇപ്പൊ വിശ്വമംഗളം. അങ്ങനെയുള്ള അങ്ങയുടെ ഈ മൂർത്തിയെ ത്വൽസ്പൃഹാത്മനാം നഹ, ത്വൽസ്പൃഹാത്മനാം നഹ, അങ്ങയെ തന്നെ കൊതിക്കുന്ന, കാക്ഷിക്കുന്നവരായ ഞങ്ങൾക്ക് സ്വജന ഹൃദ്രുജാം നിഷൂദനം യത്, അങ്ങയുടെ സ്വജനങ്ങളായ ഞങ്ങളുടെ ഹൃദ്രോഗത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഏതൊന്നു വേണോ അത് മനാത്യജ, അല്പമെങ്കിലും നൽകിയാലും. അപ്പോ ഞങ്ങളുടെ ഹൃദയരോഗത്തെ, ഞങ്ങളുടെ എല്ലാ കാമപീഡകളെയും എല്ലാ അസ്വസ്ഥതകളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു ആനന്ദ അനുഭവം ഞങ്ങൾക്ക് നൽകിയാലും എന്നതാണ് ഇതിന്റെ താല്പര്യം. നാരദ ഭക്തി സൂത്രത്തില് പറയും, യത് പ്രാപ്യ പുമാൻ ന അന്യത് വാഞ്ചതി. ഏതൊന്നിനെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷൻ മറ്റൊന്നും കൊതിക്കുന്നില്ലയോ. ന അന്യത് വാഞ്ചതി. അപ്പൊ ഈ ഒരു ഭഗവാനോടുള്ളതായിട്ടുള്ള പരമപ്രേമം തന്നെയാണത്. ഭഗവാനോടുള്ള പരമപ്രേമം അത് നല്ല ഉറച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. അതാണ് പ്രാർത്ഥിക്കുന്നത്. കുലശേഖരാഴ്വാരുടെ ഗുന്തമാലയിലൊക്കെ വളരെയധികം ശ്ലോകങ്ങൾ, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. അല്ലെങ്കിൽ നമ്മൾ ഭാഗവതത്തിൽ തന്നെ കണ്ടതായിട്ടുള്ള ആ വൃത്രാസുരന്റെ സ്തുതിയും അതുപോലെയുള്ള പല സ്തുതികളിലും ഇവൻ കാളിയ പത്നിമാർ പോലും പറഞ്ഞു അല്ലെ, എന്ന നാഗപൃഷ്ടം, എന്ന സാർവഭൗമം, എന്ന രസാധിപത്യം, അപുനർഭവം വാ
ഇപ്പോൾ നാഗപൃഷ്ഠമോ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ പദവിയോ അല്ലെങ്കിൽ മോക്ഷം പോലും ഞങ്ങൾക്ക് വേണ്ട. ആ ഭഗവാനോടുള്ള പരമമായിട്ടുള്ള പ്രേമം, ഭഗവാനെ ഹൃദയത്തിൽ എപ്പോഴും ഉറച്ച് കാണുക, ഭഗവത് ദർശനം എപ്പോഴും ഉണ്ടായിരിക്കുക. അത് ലഭിക്കുന്നതോട് കൂടിയിട്ടാണ് മറ്റൊന്നും വേണ്ടാതെയാവുന്നത്. അതാണ് സ്വജന ഹൃദ്രുജാം നിഷൂദനം. ഭഗവാന്റെ ഭാഷയിൽ, ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഏതൊന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരത്തിലേക്ക്, മറ്റ് വിഷയ ഉപഭോഗങ്ങളിലേക്ക് തിരിച്ചു വരുന്നില്ലയോ, വിഷയ ചിന്തകൾ ഉണ്ടാവാതിരിക്കുന്നുവോ, ആ ഭഗവാന്റെ ധാമം നൽകാനാണ് ഇവിടെ. അതിനെ ആലങ്കാരികമായി അവർ പ്രാർത്ഥിച്ചതാണ്. ഞങ്ങൾക്ക് എന്ത് ചികിത്സയാണ് വേണ്ടത്, എന്ത് കിട്ടിയാൽ ഞങ്ങൾക്ക് ശാന്തിയുണ്ടാകും, അഭയമുണ്ടാകും, അത് നൽകി ഞങ്ങളുടെ ഈ രോഗത്തെ, ഹൃദ്രോഗത്തെ പൂർണ്ണമായി മാറ്റിയാലും. നമുക്കൊക്കെ ഹൃദ്രോഗമുണ്ട്. ആ ഹൃദ്രോഗം മാറണമെങ്കിൽ ഭഗവാനെ കിട്ടണം. പരിപൂർണമായിട്ട് നമ്മുടെ ഹൃദ്രോഗം മാറണമെങ്കിൽ ഭഗവാനെ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കണം. അതാണ് ഇവിടുത്തെ സ്വജന ഹൃദ്രുജാം നിഷൂദനം. ഇത് തദ്ദേഹി. തദ്ദേഹി എന്നുള്ളതിന് പകരം മനാക് തെജ എന്ന പ്രയോഗം. അല്പമെങ്കിലും ഞങ്ങളുടെ നേരെ നൽകൂ, ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങളുടെ നേരെ ഒന്ന് എറിയൂ, അല്ലേ? അങ്ങയുടെ കടാക്ഷം, അങ്ങയുടെ ദർശനം, അങ്ങയുടെ ആ വ്യക്തി, അങ്ങയുടെ മൂർത്തിയെ ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശാന്തിയാകും. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, അല്ലേ? ആ സ്വാമിയെ കാണാനുള്ള കൊതിയാണ് ഇവിടെ അവരുടെ ഈ പ്രാർത്ഥന. അപ്പോൾ അങ്ങ് അവതരിച്ചത് ഈ വ്രജത്തെയും വനവാസികളെയും ഒക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ലേ, അവരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാനല്ലേ. എന്നിട്ടെന്തിനാ ഞങ്ങൾക്ക് ദുഃഖം തരുന്നത്? ഞങ്ങളുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്നതല്ലേ അങ്ങയുടെ അവതാരത്തിൻ്റെ ദൗത്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് ദർശനം നൽകി ഞങ്ങളുടെ ദുഃഖത്തെ തീർത്തു തരേണ്ടത് അങ്ങയുടെ ആ അവതാര ദൗത്യം കൂടിയാണ്. വ്രജവനൗകസാം വ്യക്തിരംഗത്തെ വൃജിനഹന്ദ്ര്യലം വിശ്വമംഗളം ത്യജമനാക്ഷനസ്ത്വൽസ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം യന്നിഷൂദനം. ഇനിയും അവരുടെ ആ ഗോപികാഗീതത്തിലെ അവസാനത്തെ പ്രാർത്ഥന. യത്തേ സുജാതചരണാംബുരുഹം സ്തനേഷു ഭീതാശനൈഃ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീം അടസി തദ്വ്യതതേന കിംസ്വിത് കൂർപ്പാദിഭിർഭ്രമതി ധീർഭവദായുഷാം നഃ. യത്തേ സുജാതചരണാംബുരുഹം സ്തനേഷു ഭീതാശനൈഃ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീം അടസി തദ്വ്യതതേന കിംസിത് കൂർപ്പാദിഭിർഭ്രമതി ധീർഭവദായുഷാം നഃ. മുമ്പ് പറഞ്ഞ അതേ ഭാവം തന്നെയാണ്. തത് സുഖസുഖിത്വം. തൽസുഖ സുഖിത്വം. നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ സുഖമാണ് നമ്മുടെ സുഖം എന്നുള്ളതായിട്ടുള്ള ഭാവം. അതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നത് അത് കച്ചവടമാണ്, അല്ലെങ്കിൽ സ്വാർത്ഥതയാണ്, അത് ഇൻഫീരിയറാണ്. ശരിക്കുള്ള ഉയർന്നതായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള സ്നേഹം എന്നുള്ളത് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരുടെ സുഖം. അപ്പൊ അത് തന്നെ ഇവിടെ വീണ്ടും പറയുന്നത്. ഭഗവാനെ പ്രിയ എന്നാണ് സംബോധന ചെയ്യുന്നത്. രണ്ടാമത്തെ വരിയിൽ ഭീതാശനൈഃ പ്രിയ.
അപ്പം അങ്ങ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയനാണ്. അങ്ങനെയുള്ള പ്രിയനായ അങ്ങയ്ക്ക് പ്രിയം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയ്ക്ക് ഏറ്റവും പ്രീതികരമായ കാര്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, പ്രിയനായ അങ്ങയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദന, എന്തെങ്കിലും പീഡ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സഹിക്കില്ല. അത് ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ പീഡയാണ്. അപ്പൊ അല്ലയോ പ്രിയതമനായ ഭഗവാനേ, ഇത് തേ സുജാത ചരണാംബുരുഹം കർക്കശേഷു സ്തനേഷു ഭീതാഹ ശനൈ ദദീമഹി തേന അടവീം അടസി തത് കൂർപ്പാദിവിർ വ്യതതേന കിംസിത്. ഇതാണ് പറയുന്നത്. അപ്പൊ അങ്ങ് അടവീം അടസി, എങ്ങനെ അങ്ങയുടെ സുജാത ചരണാംബുരുഹം, സുജാതം സുഷ്ടുജാതം മനോഹരമായിട്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ നന്നായി വിരിഞ്ഞ താമര പോലെ അതിമൃദുലമായിരിക്കുന്ന സുന്ദരമായ ചുമന്നിരിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ പാദകമലങ്ങൾ, സുജാത ചരണാംബുരുഹം. ആ ചരണാംബുരുഹം ഇപ്പൊ എന്താ ചെയ്യണത്? അങ്ങ് വനത്തിൽ സഞ്ചരിക്കുന്നു. അടവീം അടസി, അടവിയില് അടനം ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. അപ്പൊ അങ്ങനെ അടവിയിൽ ഉണ്ടാകുന്ന സമയത്ത് തത് കൂർപ്പാദിബിഹി വ്യതതേന കിംസിത. കൂർപ്പാദിബിഹി എന്ന് പറഞ്ഞാൽ, കൂർപ്പം എന്ന് പറഞ്ഞാൽ കല്ല്, ശർക്കര, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, ശിലകളൊക്കെ തന്നെയാണ്. പാഷാണാദികൾ എന്നർത്ഥം. അല്ലെങ്കിൽ മൂർച്ചയേറിയ പുല്ലുകൾ, ദർഭപ്പുല്ല് മുതലായത്. മുമ്പേ പറഞ്ഞു, ശില തൃണാങ്കുരൈ സീതദീരിനഹ എന്ന്. ശിലകളും തൃണാങ്കുരങ്ങൾ കൊണ്ടും, അപ്പൊ കല്ലും മുള്ളും പുല്ലും എല്ലാം കുത്തിയിട്ട് കൂർപ്പാദിബിഹി, കല്ല് മുതലായത് കൊണ്ട് വ്യതതേന കിംസിത്, അങ്ങയ്ക്ക് വേദനിക്കുകയില്ലേ? തീർച്ചയായിട്ടും അങ്ങയ്ക്ക് വേദനിക്കുന്നുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നു. അങ്ങയുടെ പാദങ്ങൾക്ക് ഈ കല്ലും മറ്റുമൊക്കെ തറച്ചിട്ടുള്ള വേദനയുണ്ടാകുമല്ലോ എന്ന് കരുതി ഭവതായുഷാം നഹ ദീഹി ഭ്രമതി. ഭവതായുഷാം, അങ്ങയിൽ തന്നെ ഞങ്ങളുടെ ജീവനെ, ആയുസ്സിനെ വെച്ചിരിക്കുന്നു. അങ്ങയെ കരുതിയിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ആയുസ്സോടുകൂടിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങയെ സേവിക്കണം, അങ്ങയെ സേവിച്ചിട്ടേ അല്ലെ ഞങ്ങളുടെ ആയുസ് ധന്യമാകുള്ളൂ, സഫലമാകുള്ളൂ. അഥവാ ഞങ്ങൾക്ക് എന്തെങ്കിലും ആയുസ് പോകുന്നതിന് മുമ്പായിട്ട് അങ്ങയെ മതിയാവോളം ഞങ്ങൾക്ക് സേവിക്കണം. അപ്പൊ അങ്ങയിൽ തന്നെ ആയുസ്സിനെ വെച്ചിരിക്കുന്നവരാണ്, ഞങ്ങളുടെ പ്രാണനെ അങ്ങയിൽ തന്നെ സമർപ്പിച്ചിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രാണതുല്യനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയുടെ ഭവതായുഷാം നഹ, ഞങ്ങളുടെ ദീഹി ഭ്രമതി, ഞങ്ങളുടെ ബുദ്ധിക്ക് വല്ലാത്ത ഭ്രമമുണ്ടാകുന്നു. ഇത് ആലോചിക്കും തോറും, ഏതാലോചിക്കും തോറും അങ്ങയുടെ പാദങ്ങൾ വനത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കൂർപ്പാദികളെ കൊണ്ട് വ്യതതേ, വേദനിക്കില്ലേ, പീഡിപ്പിക്കപ്പെടില്ലേ? ഇതാണ് ഞങ്ങളുടെ ചിന്ത. ഇതുകൊണ്ട് ഞങ്ങൾ ആകെ പരവശരാണ് എന്നർത്ഥം. അപ്പൊ അങ്ങയുടെ വിഷമം ഞങ്ങൾക്ക് വല്ലാത്തൊരു ഭ്രമത്തെ നൽകുന്നു, മോഹാലസ്യത്തെ നൽകുന്നു, പീഡയെ നൽകുന്നു എന്നൊക്കെ അർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം? അങ്ങയുടെ പാദം ഇവിടെ ഞങ്ങൾക്ക് ദർശനം നൽകുകയാണെങ്കിൽ അതിന് സുഖം നൽകുന്ന പ്രവൃത്തി ഞങ്ങളാലാവും പോലെ ഞങ്ങൾ ചെയ്യാം. അതിനെ മൃദുവായിട്ടുള്ള വസ്തുക്കളിൽ സ്പർശിക്കുന്നതാണ് പാദത്തിന് സുഖം. ഇനി ഞങ്ങളുടെ സ്ഥലങ്ങൾക്ക് കാഠിന്യമുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളെ വളരെ പതുക്കെ ശുശ്രൂഷിച്ചോളാം എന്നാ പറയണത്. അതാണ് അങ്ങയുടെ സുജാത ചരണാംബുരുഹം കർക്കശേഷു സ്തനേഷു ഭീതാഹ ശനൈഹി ദദീമഹി. ഞങ്ങളുടെ സ്തനങ്ങൾ കർക്കശങ്ങളാണ്, കാഠിന്യമേറിയവയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ വളരെ ഭയത്തോടുകൂടെ, വളരെ കരുതലോടുകൂടെ, ഭീതാഹ, വെരി കെയർഫുള്ളി, ശനൈഹി ദദീമഹി, പതുക്കെ ഞങ്ങൾ ധരിച്ചോളാം. അങ്ങേ വേദനിപ്പിക്കുന്ന പണി ഞങ്ങൾ എടുക്കില്ല. അങ്ങേക്ക് ഒരു വിഷമവും ഞങ്ങൾ കാരണം ഉണ്ടാവില്ല. പക്ഷെ ആ കല്ലിലും മുള്ളിലും ഒക്കെ തറയ്ക്കുന്നതിനേക്കാൾ ഭേദമല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ അത് സ്പർശിക്കുമ്പോൾ കാലിന് വേദനിക്കരുത്. ഞങ്ങളുടെ സ്ഥലങ്ങൾ കഠിനങ്ങളാണ്, അതിനേക്കാൾ മൃദുവാണ് അങ്ങയുടെ പാദങ്ങൾ എന്നുള്ള അറിവുണ്ട്.
അപ്പം അതുകൊണ്ട് ഞങ്ങൾ കരുതലോടെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ സ്പർശിച്ചു കൊള്ളാം. അതിലൂടെ അങ്ങയ്ക്ക് പാദത്തിന് ഒരു മസാജ് കിട്ടും. ഇത്രയും നേരം നടന്ന് ക്ഷീണിച്ചതിൻ്റെ, കല്ലൊക്കെ കുത്തിയതിൻ്റെ വേദനയൊക്കെ മാറാനുള്ള ഒരു മസാജായിട്ട് അത് ഭവിക്കും. ഞങ്ങൾ അങ്ങനെ അങ്ങയെ ശുശ്രൂഷിക്കാം. അങ്ങിങ്ങനെ വനത്തിൽ ഈ കല്ലിലൊക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ഞങ്ങളാകെ അങ്ങയിൽ പ്രാണനെ വെച്ചിരിക്കുകയാണ്. അങ്ങയ്ക്ക് വല്ല മുറിവേറ്റു അല്ലെങ്കിൽ കല്ല് കുത്തി വേദനിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഞങ്ങളുടെ പ്രാണൻ പോവും. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ദർശനം നൽകൂ, അങ്ങയുടെ പാദത്തെ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ അതിന് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊള്ളാം, അങ്ങയുടെ പാദ ശുശ്രൂഷ ചെയ്തു കൊള്ളാം, അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ തലോടിത്തരാം, അങ്ങയുടെ പാദങ്ങൾക്ക് ഏറ്റവും മൃദുവായ സ്പർശനം നൽകി സന്തോഷിപ്പിക്കാം. അങ്ങിങ്ങനെ കാട്ടിൽ അലിഞ്ഞു തിരിയാതിരിക്കൂ. ഞങ്ങൾ അങ്ങയിൽ തന്നെ പ്രാണനെ സമർപ്പിച്ചവരാണ്. അപ്പം ഞങ്ങളുടെ പ്രാണൻ പോകാതിരിക്കാനും കൂടിയിട്ടാണത്. അങ്ങയുടെ സുഖം മാത്രമല്ല, ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവണമെങ്കിൽ, ഞങ്ങൾ ജീവനോടുകൂടി ഇരിക്കണമെങ്കിൽ അങ്ങയുടെ ദർശനം ഉണ്ടാവണം. അങ്ങനെ എല്ലാ തരത്തിലും അവർ വളരെ നല്ല രീതിയിൽ ഗോപികമാർ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ഈ ഭഗവാനോടുള്ള ഈ പ്രേമം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, പുറത്തേക്ക് പ്രകാശിപ്പിക്കാൻ വേണ്ടി, അതിനെ ദൃഢപ്പെടുത്താൻ വേണ്ടി, അവരെയും അതിലൂടെ അനുഗ്രഹിക്കാൻ വേണ്ടി ആണ് ഭഗവാൻ അന്തർദാനം ചെയ്തത്. അപ്പൊ ഭഗവാന്റെ ആ അന്തർദാനം എന്നുള്ള ആ ദൗത്യം വളരെ സഫലമായി എന്നർത്ഥം. വേണ്ടതുപോലെയായി, ഉദ്ദേശിച്ച പോലെയായി. ഭഗവാൻ അന്തർദാനം ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പാട്ട് കേൾക്കുമോ നമ്മള്? ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഗോപികാഗീതം അത് പഠിച്ച് നമ്മളും അതേ ഭാവത്തിൽ പാടി പാടി നമ്മുടെ മനസ്സും ആ ഗോപികമാരുടെ മനസ്സ് പോലെ പാകപ്പെടുമോ? അപ്പോ ഭഗവാൻ ലോകത്തിനെ അനുഗ്രഹിക്കാനും ആ ഗോപികമാരുടെ ഉള്ളിലുള്ള പ്രേമത്തെ ലോകത്തിന് പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ മാഹാത്മ്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും, നാരദാദി മഹർഷീശ്വരന്മാർ പോലും എന്തുകൊണ്ട് ഗോപികമാരെ ബഹുമാനിക്കുന്നു എന്ന് കാണിച്ചു തരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അന്തർദാനം. ആ അന്തർദാനം മിഷൻ സക്സസ്ഫുൾ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവരെ വേണ്ട പോലെ കളിപ്പിച്ചു അല്ലേ? അവരുടെ ഉള്ളിലുള്ള സകല ഭഗവാനോടുള്ള ഭാവവും പ്രേമവും എല്ലാം നന്നായിട്ട് അവരെ കൊണ്ട് പ്രകടിപ്പിച്ചു. ഇനി ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാകാൻ പോകുന്നു, പ്രത്യക്ഷനാകുന്നു. അതാണ് അടുത്ത അധ്യായത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ. 2ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനാകുന്നത്. നോക്കി ഈ അധ്യായം ഇവിടെ സമർപ്പിക്കാം. ഹരി ഓം. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീഗീതം നാമ 31-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 2 ശ്ലോകങ്ങൾ വായിച്ച് ഒന്ന് സാമാന്യ അർത്ഥം പറഞ്ഞിട്ട് നിർത്താം അല്ലേ? ഭഗവാനെ കണ്ടിട്ട് പോവാം. കാരണം ഇനിയൊരു വലിയ ബ്രേക്ക് വരാൻ പോകണം നമുക്ക് ജ്ഞാനഗംഗയ്ക്ക്. അപ്പം അതിനു മുമ്പ് നിങ്ങൾ ഇനി എത്രയും ദിവസം ഭഗവാനെ കാണാതെ കൊതിച്ചിരിക്കണ്ട. ഇപ്പം തന്നെ നമുക്ക് 2 ശ്ലോകങ്ങൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ദശമസ്കന്ധേ 32-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇതി ഗോപ്യഃ പ്രഗായന്ത്യ പ്രലബന്ധ്യശ്ച ചിത്രധാ രുരുദുഃ സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാഃ. താസാം ആവിരഭൂത് ശൗരിഃ സ്മയമാനമുഖാംബുജഃ പീതാംബരധരസ്രഗ്വീ സാക്ഷാത് മന്മദമന്മദഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച ഇതി ഗോപ്യഃ പ്രഗായന്ത്യഃ പ്രലപന്ത്യശ്ച ചിത്രധാ രുരുദുഃ സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാഃ. താസാം ആവിരഭൂത് ശൗരിഃ സ്മയമാനമുഖാംബുജഃ പീതാംബരധരസ്രഗ്വീ സാക്ഷാത് മന്മദമന്മദഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ രണ്ട് ശ്ലോകങ്ങൾ സാമാന്യ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് ബ്രേക്ക് കഴിഞ്ഞ് ആരംഭിക്കുമ്പോൾ ആദ്യം തൊട്ട് ആരംഭിക്കാം. അപ്പോൾ ശ്രീശുക ഉവാച, ശ്രീശുക ബ്രഹ്മർഷി തുടരുകയാണ്. ഇതി ഗോപ്യഃ പ്രഗായന്ത്യഃ പ്രലപന്ത്യശ്ച ചിത്രദാ രുരുദു സുസ്വരം രാജൻ കൃഷ്ണദർശന ലാലസാഃ. ഇതി ഇങ്ങനെ, ഇപ്രകാരം പൂർവാധ്യായത്തിൽ 19 ശ്ലോകങ്ങളെ കൊണ്ട് അവർ കരഞ്ഞ കരച്ചിലിനെ അവതരിപ്പിച്ചിരുന്നു. അത് ഗാനമായിട്ട് ഗോപീ ഗീതം എന്ന് പറഞ്ഞു. അതാണ് ഇതി ഇപ്രകാരം. ചിത്രദാ പ്രഗായന്ത്യഃ, ചിത്രദാ ബഹുദാ, പല പ്രകാരേണ വിചിത്രമായിട്ടുള്ള രീതികളിൽ എന്ന് വെച്ചാൽ എല്ലാ ഭാവങ്ങളും എല്ലാ രസങ്ങളും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അവരുടെ ഉള്ളിലുള്ള പല രസങ്ങളും അവർ, പല ഗോപികമാര് പല ശ്ലോകങ്ങളിലൂടെ വിചിത്രമായി അവതരിപ്പിച്ചു. അപ്പൊ അങ്ങനെ വിചിത്രമായിട്ടുള്ള ആ ഗാന പ്രഗായന്ത്യ, ചിത്രദാ പ്രഗായന്ത്യ, പ്രകർഷേണ ഗാനം ചെയ്യുന്നവരായിട്ട്, ഉച്ചത്തിൽ പാടുന്നവരായിട്ട്, അതുപോലെ പ്രലപന്ത്യഹ, പ്രലപിക്കുന്നവർ, പ്രലപിക്കുക വിലപിക്കുക തന്നെയാണ്, വിഷമം പ്രകടിപ്പിക്കുകയാണ്. അവരുടെ ദുഃഖത്തോടുകൂടി ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയുള്ള തീവ്രമായ ആ വിഷമത്തെ അവർ അവതരിപ്പിച്ചു. പ്രഗായന്ത്യഹ പ്രലപന്ത്യഹ ഗോപ്യഹ, ആ ഗോപികമാര്, ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, കൃഷ്ണദർശന ലാലസാഹ സുസ്വരം രുരുദുഹു, ആ കൃഷ്ണദർശനത്തിനായിക്കൊണ്ട് ലാലസരായിട്ട്, ലാലസർ എന്ന് പറഞ്ഞാലോ അതി ലംബടരായി, തൽപരരായി, അത് തന്നെ വേണം എന്നുള്ളതായിട്ടുള്ള കൊതിയോടുകൂടെ ഭഗവാന്റെ ദർശനത്തിനായി അത്യന്തം കൊതിക്കുന്നവരായിക്കൊണ്ട്, അത്യന്തം താല്പര്യമുള്ളവരായിക്കൊണ്ട് സുസ്വരം രുരുദു, സുസ്വരം എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദത്തിൽ, നല്ല ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞു എന്നർത്ഥം. രുരുദു രോദനം ചെയ്തു. അപ്പൊ അവര് രോദനം ചെയ്തതാണ്, പക്ഷെ അതൊരു ഗംഭീര ഗീതമായിട്ടും മാറി. കാരണം ഭഗവാനെ കുറിച്ചിട്ടുള്ള കരച്ചിലൊക്കെ അത് എല്ലാ കാലത്തേക്കും ഗീതമായി മാറും. എല്ലാ മഹാത്മാക്കളും അങ്ങനെ ഭഗവാനെ വിളിച്ച് കരഞ്ഞത് തന്നെയാണ് നമ്മളൊക്കെ ഇന്ന് പാടുന്ന പല ഗീതങ്ങളും. അപ്പൊ അങ്ങനെ ഇവരുടെ ഗോപികമാരുടെ ഈ കരച്ചില് അതൊരു ഗീതമായി, ഗോപികാ ഗീതമായി നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു. അപ്പൊ ഇങ്ങനെ ഗോപികമാര് വിചിത്രമായി പല ഭാവങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള പരിഭവവും സങ്കടവും പരവശതയും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ കരഞ്ഞത്, അവരുടെ വിരഹ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട്. അപ്പൊ ഗാനം ചെയ്തുകൊണ്ട് കരഞ്ഞു. അങ്ങനെയുള്ള അവർ സുസ്വരം ഒരു ഉച്ചത്തിൽ കരഞ്ഞു. കൃഷ്ണദർശന ലാലസാഹ, കൃഷ്ണനെ കാണാനുള്ള കൊതിയോടുകൂടിയവരായിട്ട്. അപ്പൊ നമ്മളും ഈ നമ്മുടെ ഉള്ളിലും ഈ കൃഷ്ണദർശന ലാലസത്വം അല്ലെങ്കിൽ ലാലസത ഉണ്ടാവട്ടെ. ഇതുപോലെ ഈ ഗോപികമാരുടെ ഗീതം കേട്ട് 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 നമുക്കും ഇതുപോലെയുള്ളൊരു ഭാവം ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിലോ ആ തീവ്രത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ വരും. നമ്മുടെ ആ ഭാവമാണ് മുഖ്യം. എത്രത്തോളം തീവ്രമായിട്ടുള്ള ഭാവമുണ്ടോ തീർച്ചയായിട്ടും ഭഗവാൻ വരും എന്ന് കാണിക്കാനോടെ താസാം ആവിരഭൂത് ശൗരിഹി സ്മയമാന മുഖാംബുജഃ പീതാംബരധരസ്രഗ്വീ സാക്ഷാത് മന്മദമന്മദഃ. താസാം
അവർക്ക് അവരുടെ മുമ്പിൽ എന്നർത്ഥം. അവരുടെ മധ്യത്തിൽ ഭഗവാൻ ആവിഹി അഭൂത്, ആവിഹി അഭൂത് ആവിർഭവിച്ചു. ആവി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, പ്രകാശമായി ഭവിച്ചു. പ്രകാശീ ഉണ്ടായിരുന്നു. ഭഗവാൻ എവിടെയും പോയിട്ടില്ല അല്ലേ? ഭഗവാൻ അവിടെ അന്തർദാനം ചെയ്തു എന്നാ പറഞ്ഞത്. വല്ല കാട്ടിലേക്ക് ഓടിപ്പോയിട്ടൊന്നുമില്ല, മരത്തിൽ കയറി ഒളിഞ്ഞിരുന്നിട്ടുമില്ല, എവിടെ ഒളിഞ്ഞിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. സ്വയം ഭഗവാൻ തന്റെ മായ കൊണ്ട് ഭഗവാൻ തന്നെ മറച്ചു. ഇപ്പൊ മായ നീക്കി ഭഗവാൻ തന്നെ തന്നെ പ്രകാശിപ്പിക്കുകയാണ്. ഈ മായ നീക്കി പ്രകാശിക്കൽ തന്നെയാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയേ. അല്ലയോ സൂര്യദേവ, ഈ സത്യത്തെ മറച്ചിരിക്കുന്നതായിട്ടുള്ള ആ സ്വർണമയമായ പാത്രത്തെ നീക്കി ഞങ്ങൾക്ക് ദർശനം നൽകൂ. തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ആ ഉപനിഷത്ത് പ്രാർത്ഥന തന്നെയാണ് ഇവിടെയും ഈ ഗോപികമാർ പ്രാർത്ഥിച്ചത്. ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി കൊതിച്ചു. അതേപോലെ നമ്മളും കൊതിച്ച് പ്രാർത്ഥിച്ചാൽ ആ ഹിരൺമയമായ പാത്രം നീക്കിത്തരും, എന്നിട്ട് സത്യദർശനം നൽകും. നമ്മൾ സത്യം പരം ധീമഹി എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പരമമായ സത്യത്തെ ഞങ്ങൾ അനുസന്ധാനം ചെയ്യുന്നു, പിന്തുടരുന്നു, ധ്യാനിക്കുന്നു. നമുക്ക് ആ സത്യദർശനം വേണം. ആ സത്യദർശനത്തിന് വേണ്ടിയാണ് നമ്മൾ കൊതിക്കുന്നത്. അപ്പോൾ ആ സത്യത്തെ ദർശിപ്പിക്കാനായിക്കൊണ്ട് തമസ്സിനെ നീക്കിയാലും ആവരണം നീക്കിയാലും മായയെ നീക്കിയാലും, ഇവിടെ ഭഗവാൻ മായയെ നീക്കി ആവിഹി അഭൂത്, ആവി അഥവാ പ്രകാശമായി ഭവിച്ചു, പ്രകാശീഭവിച്ചു, വ്യക്തനായി, പ്രത്യക്ഷനായി. എങ്ങനെയാണ് പ്രത്യക്ഷനായത്? ആ ശൗരിഹി എന്ന് പറഞ്ഞു. ശൗരിഹി എന്ന് പറഞ്ഞാൽ ശൂരസേനന്റെ വംശത്തിൽ പിറന്നവൻ ശൗരിഹി. ഇനി ശൗരി എന്ന് പറഞ്ഞാലോ ശൗര്യമുള്ളവൻ ശൗരി, എന്തും ചെയ്യാനുള്ള വീരം പരാക്രമം എല്ലാം ഉള്ളവനുമാണ് ഭഗവാൻ. അങ്ങനെ സ്വയം ശൗരിയും ശൂരവംശത്തിൽ ജനിച്ചവനുമായിട്ടുള്ള ആ ഭഗവാൻ സ്മയമാന മുഖാംബുജ, സ്മയമാന മുഖം എന്ന് പറഞ്ഞാൽ മന്ദസ്മിതത്തോടു കൂടിയതായിട്ടുള്ള മുഖമാകുന്ന കമലത്തോടു കൂടിയവൻ. ഭഗവാന്റെ മുഖം പുഞ്ചിരിയോട് കൂടിയിട്ടാ വന്ന. ആ പുഞ്ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്താ? നിങ്ങളുടെ ഉള്ളിൽ ഉള്ള നിങ്ങളുടെ ആ ഒരു ഭാവത്തെ അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഒന്ന് കളിപ്പിച്ചതല്ലേ, ഒന്ന് മറഞ്ഞതല്ലേ എന്ന് ആ ചിരിയിലൂടെ പ്രകടിപ്പിക്കുകയാണ്. തമാശയായിരുന്നു കേട്ടോ, നിങ്ങൾ പരിഭവിക്കണ്ട, വിഷമിക്കണ്ട. നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ടുള്ള എന്നോടുള്ള പ്രേമം എത്രയുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടെ അറിയണം അല്ലേ? അത് കാണാതിരിക്കുമ്പോഴേ അറിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ അതിനെ മറയ്ക്കും. അപ്പൊ എൻ്റെ അഭാവത്തിലാണ് നിങ്ങളുടെ ഉള്ളിൽ എത്ര വേദനയുണ്ട് എന്നെ കാണാതിരുന്നാൽ എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയാം. അത് ലോകത്തിനും കാണിച്ചു കൊടുക്കണമായിരുന്നു. അപ്പൊ എൻ്റെ ഈ ഒരു കളിയുടെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു, അത് വിജയിച്ചിരിക്കുന്നു. ഒരു തമാശയായിരുന്നു കേട്ടോ, എന്നാലും ഒരു പരീക്ഷണമായിരുന്നു. അത് ലോക അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ള മട്ടില് എല്ലാം അറിയുന്ന ഭഗവാൻ ഒരു മന്ദസ്മിതത്തോടെ സ്മയമാന മുഖാംബുജ പീതാംബരധര, ഭഗവാന്റെ എന്നുള്ളതായിട്ടുള്ള മഞ്ഞ പട്ട് ധരിച്ചുകൊണ്ട് സ്രഗ്വി വനമാല ധരിച്ചിട്ടുണ്ട്, സ്രക്ക് ധരിച്ചിട്ടുണ്ട്. സ്രക്ക് ധരിച്ചവൻ സ്രഗ്വി വനമാലി. അപ്പൊ അതിമനോഹരമായ മാല ധരിച്ചുകൊണ്ട് സാക്ഷാത് മന്മഥ, സാക്ഷാത് മന്മഥനെയും മന്മഥന്റെ മനസ്സിനെയും മഥിക്കുന്നവനായിക്കൊണ്ട്, മന്മഥനെ പോലും പരാജയപ്പെടുത്തുന്ന, മന്മഥനെ പോലും ലജ്ജിപ്പിക്കുന്ന
മന്മഥൻ പോലും കൊതിക്കുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള രൂപം അങ്ങ് പ്രകടിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ അന്തർദാനം ചെയ്തതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഭാവത്തിലാണ് പ്രത്യക്ഷനായിരിക്കുന്നത്. അന്തർദാനം ചെയ്യുമ്പോൾ ഇത്രയും മന്മഥ ഭാവം ഉണ്ടായിരുന്നോ അറിയില്ല. എന്തായാലും വീണ്ടും പ്രകടമായപ്പോൾ ഇവരുടെ കണ്ണുകൾക്ക് ഭഗവാൻ മന്മഥനാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഭഗവാൻ മന്മഥനാണ്. അങ്ങനെ എന്താ പറയുക, ഭഗവാന്റെ ഈ ലീല കാമജയം നേടുന്ന ലീലയാണ്. ഭഗവാൻ സ്വയം കാമജയം നേടുന്നു. ഇതിൽ ഈ ലീലയിൽ ഭാഗഭാക്കുകളാകുന്ന ഗോപികമാരുടെ കാമത്തെ അവര് ജയിക്കുന്നു. കേൾക്കുന്നതായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ കാമജയം നേടാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഭഗവാന്റെ ഈ മന്മഥ ഭാവം. അപ്പൊ കാമജയത്തിന്റെ ലീലയാണ് രാസക്രീഡ. നമ്മുടെയൊക്കെ ഹൃദ്രോഗം മാറ്റുന്ന ലീലയാണ് രാസക്രീഡ. അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള രൂപത്തില് ഭഗവാൻ പ്രത്യക്ഷനായി. സാക്ഷാത് മന്മഥനായിക്കൊണ്ട് സ്മയമാന മുഖാംബുജനും പീതാംബരധരനും സ്രഗ്വിയുമായിട്ട് ഇവരുടെ മുമ്പിൽ ഭഗവാൻ പ്രകടനായി, പ്രത്യക്ഷനായി, ആവിർഭവിച്ചു. അവർക്ക് സന്തോഷമായി. അടുത്ത ശ്ലോകം കൂടി വായിക്കുമ്പോഴേ അതിൻ്റെ ഒരു ആശയം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് തം വിലോക്യാഗതം പ്രേഷ്ഠം പ്രീത്യുദ്ഭുല്ലദൃശോബലാഃ ഉത്തസ്തുർയുഗപത് സർവാഃ തന്വഃ പ്രാണമിവാഗതം. തം വിലോക്യാഗതം പ്രേഷ്ഠം പ്രീത്യുദ്ഭുല്ലദൃശോബലാഃ ഉത്തസ്തുർയുഗപത് സർവാഃ തന്വഃ പ്രാണം ഇവാഗതം. തം വിലോക്യ ആഗതം പ്രേഷ്ഠം. ആ പ്രേഷ്ഠം ആഗതം തം വിലോക്യ. പ്രേഷ്ഠം പ്രിയതമൻ. ഏതൊരു പ്രിയതമന് വേണ്ടിയിട്ടാണോ ഇവര് അതിദാഹത്തോടുകൂടെ കൊതിച്ചത്, പ്രാർത്ഥിച്ചത്, കേണത്, കരഞ്ഞത്? അങ്ങനെയുള്ള പ്രേഷ്ഠൻ ആഗതം തം വിലോക്യ. അവനെ ആഗതനായിട്ട് കണ്ടിട്ട് തങ്ങളുടെ പ്രീതിക്ക് ഏറ്റവും പാത്രനായിരിക്കുന്ന ആ ഭഗവാനെ കണ്ടിട്ട് പ്രീത്യുദ്ഭുല്ല ദൃശഃ. പ്രീതി കൊണ്ട് ഉദ്ഭുല്ല ദൃശഃ. പ്രീതി പ്രേമം തന്നെയാണ്, പ്രിയം തന്നെയാണ്. ആ പ്രിയം കൊണ്ട് ഉദ്ഭുല്ലം, നല്ലതുപോലെ വികസിച്ചതായിട്ടുള്ള ആ ദൃശഃ, കണ്ണുകളോട് കൂടിയവരായ അബലാഹ, സർവാഹ അബലാഹ, ആ മുഴുവൻ സ്ത്രീകളും, ആ ഗോപസ്ത്രീകൾ മുഴുവനും സർവാ അബലാഹ പ്രീത്യുദ്ഭുല്ല ദൃശഃ, കണ്ണുകൾ വികസിച്ചവരായിട്ട് ആഗതം പ്രാണം തന്വഹ ഇവ യുഗപത് ഉത്തസ്തുഹു. ആഗതം പ്രാണം, പ്രാണൻ ശരീരത്തിൽ നിന്ന് പോയിട്ട് അത് തിരിച്ചു വന്നാൽ, പ്രാണൻ തിരിച്ചു വരുമ്പോ തന്വഹ, തനുക്കൾ എന്ന് പറഞ്ഞാൽ ശരീരം, അവയവങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ നമ്മുടെ ശരീരം എങ്ങനെയാണോ പ്രാണൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളും ഒന്നിച്ചാണല്ലോ ഉണരുക, അല്ലേ? അതുപോലെ ഇവരും യുഗപത് ഉത്തസ്തുഹു. യുഗപത് എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം എന്നർത്ഥം. ഒരേ സമയത്ത് എല്ലാവരും ചാടി എഴുന്നേൽക്കണം ഭഗവാന്റെ നേർക്ക്. ഉത്തസ്തുഹു, ഉത്താനം ചെയ്തു, കുതിച്ചു പായുകയാണ് ഭഗവാന്റെ അടുത്തേക്ക്. അപ്പൊ എല്ലാവരും എഴുന്നേറ്റു. ഏതുപോലെ നമുക്ക് പ്രാണൻ തിരിച്ചു കിട്ടിയാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് വേറിട്ട പ്രാണൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഒരേ സമയം ഉണരുമോ, എഴുന്നേൽക്കുമോ? കയ്യും കാലും കണ്ണും ചെവിയും, അല്ലെ, മൂക്കും എല്ലാം ഒരേ സമയത്ത് ഉണരും. അതുപോലെയാണ് ഇവര് ഗോപികമാര് ഉണർന്നത്, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഭഗവാന്റെ അടുത്തേക്ക് കുതിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഓരോരുത്തരും ആ ഭഗവാനോടുള്ള പ്രേമം എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് ഇനി വിസ്തരിക്കാൻ പോണു. ഭഗവാനും അവരോട് എങ്ങനെ പെരുമാറുന്നു, അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലൊരു ഒരു ചെറിയൊരു എന്താ പറയുക, പ്രണയ കലഹം പോലെ സംവാദമുണ്ട്. അത് വളരെ രസകരമാണ്. അപ്പോൾ അതൊക്കെ നമുക്കിനി നമ്മുടെ സപ്താഹമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ജനുവരി ആവും മിക്കവാറും. നോക്കട്ടെ. ഡിസംബർ 26 പ്രോഗ്രാമുണ്ട്, 27 ഒരു ബ്രേക്ക് ഉണ്ട്, 28 പ്രോഗ്രാമുണ്ട്,
29, 30 ഇവിടെ ഉണ്ടാവും. 31 കാഞ്ചീപുരം, 12-ാം തീയതി കാഞ്ചീപുരത്ത് കഴിയും, 13-ാം തീയതി ഇവിടെ എത്തും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് ദിവസം ഉണ്ടാവും. പിന്നെ ഒരു 2 ദിവസം തിരുവനന്തപുരം പോകേണ്ടതുണ്ട്, 21, 22. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഇതുവരെ പറഞ്ഞതായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാത്തതൊക്കെ വീണ്ടും കേൾക്കുക, കേട്ടത് വീണ്ടും വീണ്ടും കേൾക്കുക. പ്രത്യേകിച്ച് ഈ രാസക്രീഡാ ഭാഗങ്ങൾ മനസ്സിരുത്തി കേൾക്കുക. ഉള്ളിൽ ആ ഗോപികമാരുടെ ഭാവം നമ്മുടെ ഉള്ളിലും ഉറക്കട്ടെ. ആ പ്രേമം, ഭഗവാനെ കാണാനുള്ള തീവ്രമായിട്ടുള്ള ആ കൊതി നമ്മുടെ ഉള്ളിലും ഉണ്ടാകട്ടെ. സമർപ്പിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. വിവേക ചൂടാമണി തിരുവനന്തപുരത്താണ്. കണ്ണൂരിൽ സാധന പഞ്ചകമാണ്. കൊയിലാണ്ടിയിൽ കപിലോപദേശമാണ്. തലശ്ശേരിയിൽ സപ്താഹം. ഹരി ഓം. നാളെ പാലക്കാട് തന്നെ വിജ്ഞാനരമണീയാശ്രമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭാഗവതം വർഷങ്ങളോളം എടുത്തിരുന്ന ആശ്രമമാണ്. അവിടെ അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള സുരേശാനന്ദ സ്വാമികളുടെ സമാധി ദിനം. രമണ മഹർഷിയുടെ ഭക്തനായിരുന്നു. വസിഷ്ഠ ഗുഹയിലെ പുരുഷോത്തമാനന്ദ സ്വാമികളിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചതായിട്ടുള്ള സുരേശാനന്ദ സ്വാമികൾ പാലക്കാട്ടെ ഏറ്റവും ആദ്യത്തെ ഒരാശ്രമം എന്ന് പറയാം. പാലക്കാട് ടൗണിലെ, പാലക്കാട് മറ്റാശ്രമങ്ങളുണ്ട്. മണ്ണൂര് രാമാനന്ദാശ്രമം, അതുപോലെ ഒറ്റപ്പാലത്ത് ശ്രീരാമകൃഷ്ണാശ്രമം, ഇതെല്ലാം പാലക്കാട് ജില്ലയിൽ നേരത്തെയുള്ള ആശ്രമങ്ങളാണ്. പാലക്കാട് ടൗണിൽ ആദ്യത്തെ ആശ്രമം എന്ന് പറയുന്നത് ഈ രമണാശ്രമം എന്നറിയുന്ന വിജ്ഞാനരമണീയാശ്രമം. അത് 1950കളിൽ സ്ഥാപിച്ചത്. 49-ലോ 50-ലോ സ്ഥാപനം. ഈ സുരേശാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ സമാധി ദിനം. പാലക്കാടിൻ്റെ ഒരു ഹൃദയമാണത്. അപ്പോൾ അതിന് പ്രഭാഷണം ചെയ്യാനായിട്ട് നാളെ പോകുന്നുണ്ട്. പാലക്കാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വന്നോളുക. പാലക്കാട്ടുകാർ എല്ലാവർക്കും വരാം. നാളെ അവിടെ കാണേണ്ടവർക്ക് അതിൽ പങ്കെടുക്കാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനോ മറ്റെയാണ്. അവിടെ 6 ദിവസത്തെ ഒരു വേദാന്ത ചർച്ച സന്യാസിമാർ എല്ലാ വർഷവും നടത്തുന്നതാണ്. അവിടെയുള്ള സജ്ജനങ്ങളൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത, വിവേക ചൂടാമണി, ഈ 3 വിഷയങ്ങളാണ് അവിടെ ചർച്ച. ബ്രഹ്മസൂത്രം ഉണ്ടതുകൊണ്ട് ബ്രഹ്മസൂത്രം, അതായത് പ്രസ്ഥാനത്രയങ്ങൾ, ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം. മറ്റ് പല സന്യാസിമാരും മഹാത്മാക്കളും അവിടെ പ്രഭാഷണം ചെയ്യുന്നുണ്ട്. 16-ാം തീയതിയോ മറ്റ് തുടങ്ങും തോന്നുന്നു. 16 മുതൽ 22 വരെയാണ്. അതിൽ അവസാന ദിവസങ്ങളിലാണ് ഞാൻ വരുന്നത്. നിങ്ങൾ ആദ്യം തൊട്ടേ വേണമെങ്കിൽ പങ്കെടുത്തോളൂ. വളരെ നല്ലതാണ്.
ഓക്കെ. ഹരി ഓം. അപ്പോൾ വീണ്ടും ശുഭരാത്രി.